മാസ്റ്റർ അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫാർമസ്യൂട്ടിക്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായ ടാബ്ലറ്റ്സ് ആണ്. നമുക്ക് ടാബ്ലറ്റ്സിന്റെ കുറച്ച് ഇൻട്രൊഡക്ഷൻ പോർഷൻസ്, പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ടാബ്ലറ്റ്സ്, പിന്നെ മേജർ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ടാബ്ലറ്റ് ഡോസേജ് ഫോംസ്, പിന്നെ അതിൽ യൂസ് ചെയ്യുന്ന എക്സിപ്പിയൻസ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. എക്സിപ്പിയൻസിൽ അതിന്റെ എക്സാമ്പിൾസ് എന്നൊക്കെ ഇഷ്ടംമാതിരി ചോദ്യം കേരള PSC ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ പ്രീവിയസ് റെയിൽവേ ഫാർമസിസ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഇപ്പം ഗ്ലൈഡൻസിന്റെ എക്സാമ്പിൾ, ആന്റി അഡ്ഹറൻസിന്റെ എക്സാമ്പിൾ, ലൂബ്രിക്കൻസിന്റെ എക്സാമ്പിൾ അങ്ങനെ ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ നമുക്ക് ഇതിനകത്ത് നമുക്ക് കണ്ടൻസ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ക്ലാസിഫിക്കേഷൻ, എക്സിപ്പിയൻസ്, ടാബ്ലറ്റ് ഗ്രാനുലേഷൻ ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്, മെത്തേഡ് ഓഫ് ഗ്രാനുലേഷൻ, ടാബ്ലറ്റ് കംപ്രസർ മെഷീൻസിനെ കുറിച്ച് നോക്കണം, എക്യുപ്മെന്റ് ടൂളിങ്, പിന്നെ കംപ്രഷൻ പ്രോസസ്സിങ്, പിന്നെ മാനുഫാക്ചറിങ് പ്രോസസ്സ്. ഇത്രയാണ് നമുക്ക് നോക്കേണ്ടത്. സോ ആദ്യം നമുക്ക് എന്താണ് ടാബ്ലറ്റ്സ് എന്നുള്ള ഒരു ഡെഫിനേഷൻ നോക്കാം. So tablets are the solid dosage forms containing one or more drugs with or without the addition of excipients. So എല്ലാവർക്കും അറിയാം എന്താണ് ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത് സോളിഡ് ഡോസേജ് ഫോം ആണ് അല്ലെ. ഈ സോളിഡ് ഡോസേജ് ഫോമിനകത്ത് എന്തുണ്ടാകും? ഒന്നെങ്കിൽ ഒരു ഡ്രഗ് ആയിരിക്കാം, അല്ലെങ്കിൽ വൺ ഓർ മോർ ഡ്രഗ്സ് ഉണ്ടാകാം. വിത്ത് എന്തുണ്ടാകും? എക്സിപ്പിയൻസ് ഉണ്ടാകും. എന്താണ് എക്സിപ്പിയൻസ് എന്ന് പറയുന്നത്? ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റ് അല്ലാതെ അതിൽ ചേർക്കുന്ന എല്ലാം എന്താണ്? എക്സിപ്പിയൻസ് ആണ്. So additives or excipients are mainly incorporated to enhance the physical appearance, stability, disintegration or breakup of tablet after the administration. Mainly excipients add ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പല കാര്യങ്ങൾക്കും നമ്മൾ excipients ആഡ് ചെയ്യാറുണ്ട്. ഒന്ന്, അതിന്റെ ഫിസിക്കൽ അപ്പിയറൻസ് വർദ്ധിപ്പിക്കാനായിട്ട്, പിന്നെ രണ്ടാമത് സ്റ്റെബിലിറ്റി കൂട്ടാനായിട്ട്, മൂന്നാമത്തെ ഡിസിൻറ്റഗ്രേഷൻ. നമ്മൾ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ അതിനെന്ത് ചെയ്യണം? ആ ഒരു പാർട്ടിക്കിൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് സ്മോളർ പാർട്ടിക്കിൾസ് ആയിട്ട് മാറണം അല്ലെ. അതാണ് ഡിസിൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയുള്ള ഏജൻസ് എക്സിപ്പിയൻസ് നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. ഇനി ഇതൊക്കെയാണ് പ്രധാനമായിട്ട് അതിൽ ആഡ് ചെയ്യുന്ന അഡിറ്റീവ്സ് എന്നും പറയാം, അല്ലെങ്കിൽ എക്സിപ്പിയൻസ് എന്നും പറയാം. സോ എന്താണ് ടാബ്ലറ്റിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് എക്സാമിന് ചോദിക്കാൻ പോകുന്നില്ല. നമുക്ക് അറിയേണ്ടത് ഈ എക്സിപ്പിയൻസ് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട എക്സിപ്പിയൻസ്, അതിന്റെ എക്സാമ്പിൾ, ഓരോ എക്സിപ്പിയൻസിന്റെയും യൂസ് എന്താണെന്നുള്ളതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ എന്താണ് ടാബ്ലറ്റ് എന്ന് അറിഞ്ഞിരിക്കുക. ഒരു സോളിഡ് ഡോസേജ് ഫോം ആണ്. അതിൽ ഒന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ ഡ്രഗ്സ് ഉണ്ടാകും, പിന്നെ എക്സിപ്പിയൻസും ഉണ്ടാകും. വിത്ത് ഓർ വിത്തൗട്ട് ദി അഡീഷൻ ഓഫ് എക്സിപ്പിയൻസ്. എക്സിപ്പിയൻസിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് ഞാൻ പറഞ്ഞ അഡിറ്റീവ്സ്. അഡിറ്റീവ്സ് അല്ലെങ്കിൽ എക്സിപ്പിയൻസ് ആഡ് ചെയ്യുന്നത് വഴി ഈ ഡോസേജ് ഫോമിന് എന്ത് കിട്ടുന്നു? ഒരു ഫിസിക്കൽ അപ്പിയറൻസ് എൻഹാൻസ് ചെയ്യാൻ സാധിക്കുന്നു, സ്റ്റെബിലിറ്റി വർദ്ധിക്കുന്നു. കൂടാതെ ഡിസിൻറ്റഗ്രേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണെങ്കിൽ നമ്മുടെ ടാബ്ലറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സ്മോൾ പാർട്ടിക്കിൾസ് ആയിട്ട് മാറ്റും. ഇനി അക്കോർഡിംഗ് ടു ഇന്ത്യൻ ഫാർമക്കോപ്പിയ, ഫാർമസ്യൂട്ടിക്കൽ ടാബ്ലറ്റ്സ് ആർ ഫ്ലാറ്റ് or biconvex disc manufactured by compressing a drug or a mixture of drug with or without a suitable excipient. ആദ്യം നമ്മൾ സിമ്പിൾ ഡെഫിനേഷൻ ആണ് പറഞ്ഞത്. ഇനി അക്കോർഡിംഗ് ടു ഫാർമക്കോപ്പിയ, ഇന്ത്യൻ ഫാർമക്കോപ്പിയ പ്രകാരം ടാബ്ലറ്റുകൾക്ക് കൊടുത്തിരിക്കുന്ന ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഫ്ലാറ്റ് അല്ലെങ്കിൽ ബൈകോൺവെക്സ് ഡിസ്ക് ഷേപ്ഡ് ആണെന്നാണ് പറയുന്നത്. ഇത് മാനുഫാക്ചർ ചെയ്യുന്ന പ്രോസസ് എന്ന് പറഞ്ഞാൽ കംപ്രഷനിലൂടെയാണ് നമ്മൾ ടാബ്ലറ്റ്സ് മാനുഫാക്ചർ ചെയ്തെടുക്കുന്നത്. ഓർ എ മിക്സ്ചർ ഓഫ് ഡ്രഗ്സിനകത്ത് ഉണ്ടാകും. പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ വിത്ത് ഓർ വിത്തൗട്ട് എ സ്യൂട്ടബിൾ എക്സിപ്പിയൻസ്. ഇതിനെയാണ് നമ്മൾ ഫാർമക്കോപ്പിയ പ്രകാരമുള്ള ഡെഫിനേഷൻ. സോ ഈ ഒരു സ്ലൈഡിനകത്ത് അങ്ങനെ കാര്യമായിട്ട് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത്ര ഇമ്പോർട്ടന്റ് ഒന്നുമില്ല. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ എന്താണ് ടാബ്ലറ്റ്, ഇന്ത്യൻ ഫാർമക്കോപ്പിയ പ്രകാരമുള്ള ടാബ്ലറ്റ്സിന്റെ ഡെഫിനേഷൻ എന്താണ് എക്സിപ്പിയൻസ് അല്ലെങ്കിൽ അഡിറ്റീവ്സ്, ഇത്രയും. ഇനി നമുക്ക് ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ്, നമ്മളിപ്പോ ഏത് ഡോസേജ് ഫോം എടുത്താലും നമ്മൾ അതിന് ആവശ്യമായിട്ടുള്ള ഒരു ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കും, അല്ലെങ്കിൽ ഐഡിയൽ പ്രോപ്പർട്ടീസ് ആവശ്യം എന്തൊക്കെയാന്ന് നോക്കാം. സോ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഡിസൈൻ ആൻഡ് മാനുഫാക്ചർ ഓഫ് ദ compressed tablet is to deliver orally the correct amount of drug in proper form or over the proper time and in the desired location and have chemical integrity protected. ഇപ്പൊ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടാബ്ലറ്റിന്റെ എന്ന് പറയുന്നത് എന്താണ്? കറക്റ്റ് എമൗണ്ട് ഓഫ് ഡ്രഗ് പ്രോപ്പർ ഫോമില്, നമ്മൾ കൊടുക്കുന്ന പ്രോപ്പർ ഫോമില് എവിടെയാണോ അത് എത്തേണ്ടത് ആ കറക്റ്റ് ടൈമിൽ തന്നെ എന്ത് ചെയ്യുക, അത് എത്തുക എന്നുള്ളതാണ്. ഏറ്റവും നമ്മൾ റൈറ്റ് ക്വാളിറ്റി, റൈറ്റ് ടൈം, റൈറ്റ് പേഷ്യന്റ്, റൈറ്റ് ടൈം എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ആ കൊടുക്കുന്ന ടാബ്ലറ്റ്
ശരിയായ രൂപത്തിൽ ശരിയായ സമയത്ത് ശരിയായ ഇടത്തിൽ അത് എത്തണം. എന്നാൽ മാത്രമേ അതിനൊരു എഫക്റ്റ് ഉണ്ടാകത്തുള്ളൂ അല്ലെ. അപ്പൊ അതാണ് നമ്മൾ ടാബ്ലറ്റ് ആയിട്ട് നമ്മൾ അതിനെ മാനുഫാക്ചർ ചെയ്ത് എടുത്തു കഴിയുമ്പോൾ അതിന് വേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഐഡിയൽ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതായിരിക്കണം. ഇനി മറ്റ് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഐഡിയൽ പ്രോപ്പർട്ടീസ് നോക്കിക്കഴിഞ്ഞാൽ ഷുഡ് ബി ആൻ എലഗന്റ് പ്രൊഡക്റ്റ് ഫ്രീ ഫ്രം ഡിഫക്റ്റ്. ഇപ്പം ടാബ്ലറ്റ് ഇപ്പം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ടാബ്ലറ്റ് ഡിഫക്ട്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതും എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ഈ ടാബ്ലറ്റ്സ് എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിലെ എക്സിപ്പിയൻസും അതുപോലെ ടാബ്ലറ്റ് ഡിഫക്റ്റ് ഒക്കെയാണ് വരുന്നത്. അപ്പം ഐഡിയൽ പ്രോപ്പർട്ടീസിനകത്ത് എന്തായാലും ഒരു ഐഡിയൽ പ്രോപ്പർട്ടി ഇതായിരിക്കണം, ഷുഡ് ബി എലഗന്റ് പ്രൊഡക്റ്റ് ഫ്രീ ഫ്രം ഡിഫക്റ്റ്. ഇപ്പം ടാബ്ലറ്റ്സിന്റെ ഒരുപാട് ഡിഫക്റ്റ് നമുക്കറിയാം. ക്യാപ്പിംഗ്, അതേപോലെ ലാമിനേഷൻ, ടിക്കിങ്, ഹേസിങ് അല്ലെങ്കിൽ ബ്ലൂമിങ്, ഇതൊക്കെ ടാബ്ലറ്റ്സിന് ഉണ്ടാകുന്ന പല ഡിഫക്റ്റ് ആണ്. അപ്പം ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് നമ്മൾ ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. അതായത് ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം ഡിഫക്റ്റ് ആൻഡ് ഷുഡ് ഹാവ് ആൻ എലഗന്റ് അപ്പിയറൻസ്. രണ്ടാമത്, ഷുഡ് ഹാവ് എ സ്ട്രെങ്ത് ടു വിത്ത്സ്റ്റാൻഡ് ദ ഹാർഷ്നെസ് ഓഫ് മെക്കാനിക്കൽ ഷോക്ക് ദാറ്റ് ക്യാൻ ബി എൻകൗണ്ടേർഡ് ഇൻ പ്രൊഡക്ഷൻ, പാക്കേജിങ് ആൻഡ് ഷിപ്പിംഗ്. അതായത് ഈ ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആയിരിക്കും ഒരു നിർമ്മാണം നടക്കുന്നത്, ആ സ്ഥലത്ത് തന്നെ ആയിരിക്കും അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് അല്ല. അപ്പം ഈ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്തും അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്ന സമയത്തും ഒക്കെ അതിനുണ്ടാകാവുന്ന ചില ഒരു മെക്കാനിക്കൽ ഷോക്ക് ഉണ്ട്. അതിന് അനുഭവിക്കാൻ പറ്റുന്നെങ്കിൽ അതിനെ ഏൽക്കാൻ സാധിക്കുന്ന ചില ആഘാതങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ നമ്മുടെ ടാബ്ലറ്റ് എന്തായിരിക്കണം, ഫ്രീ ആയിരിക്കണം. should have a strength to withstand the harshness of this mechanical strength. ഏതൊക്കെ സമയത്തുണ്ടാകുന്നതാണ്? പ്രൊഡക്ഷന്റെ ടൈമില്, പാക്കേജിങ്ങിന്റെ ടൈമില്, കൂടാതെ ഷിപ്പിങ്ങിന്റെ ടൈമിൽ ഉണ്ടാകുന്ന മെക്കാനിക്കൽ ഷോക്ക് ഒക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ടാബ്ലറ്റ് ഇപ്പം മറ്റേതെങ്കിലും സ്ഥലത്ത് ഏതെങ്കിലും സംസ്ഥാനത്തുനിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ നിന്നോ നമ്മുടെ രാജ്യത്ത് എത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്തേക്ക് എത്തുമ്പോഴത്തേക്കും അത് പൊടിഞ്ഞ് പൗഡർ ഫോമിലാകാൻ പാടില്ല. ടാബ്ലറ്റിന്റെ ഫോമിൽ തന്നെ നിൽക്കണം. അതിന് ആ ഒരു വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള പറഞ്ഞ ഒരു മെക്കാനിക്കൽ ഷോക്ക് ഒക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള സഫിഷ്യന്റ് സ്ട്രെങ്ത് ഉണ്ടാവണം, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത്, മസ്റ്റ് ബി ഏബിൾ ടു റിലീസ് ദ മെഡിസിനൽ ഏജന്റ് ഇൻ ദ ബോഡി ഇൻ എ പ്രഡിക്റ്റബിൾ ആൻഡ് റീപ്രൊഡ്യൂസിബിൾ മാനർ. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അല്ലെ. ഇപ്പം ടാബ്ലറ്റ് എന്ന് പറയുന്നത് ടാബ്ലറ്റ് ആയിട്ട് തന്നെ നിൽക്കാൻ പാടില്ല. അത് നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ എന്ത് ചെയ്യണം, ചെറിയ ചെറിയ ഫ്രാഗ്മെന്റ്സ് ആയിട്ട്, പാർട്ടിക്കിൾസ് ആയിട്ട് എന്ത് ചെയ്യണം, ഡിസിന്റഗ്രേറ്റ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിസിന്റഗ്രേറ്റ് ചെയ്താൽ മാത്രം പോരാ, അത് നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് റീപ്രൊഡ്യൂസിബിൾ ആയിട്ടുള്ള ഒരു മാനറിൽ എന്ത് ചെയ്യണം, അതിന്റെ ആക്ഷനും പ്രൊഡ്യൂസ് ചെയ്യണം. നമ്മളിപ്പം എൻറ്ററിക് കോട്ടഡ് ടാബ്ലറ്റ്സ് നമ്മൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? സ്റ്റൊമക്കിനെ ബൈപ്പാസ് ചെയ്ത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തുമ്പോൾ മാത്രമേ ആ ഡ്രഗിൽ നിന്നും പോറ് പൊട്ടിച്ചതിൽ നിന്ന് എന്ത് വരാവുള്ളൂ, ഡ്രഗ് റിലീസ് ആകാവുള്ളൂ. അങ്ങനെയാണ്. അപ്പൊ സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് അതിന്റെ ആക്ഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ, നമുക്ക് റീപ്രൊഡ്യൂസബിൾ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. അതും ഐഡിയൽ പ്രോപ്പർട്ടീസിലുള്ളതാണ്. അടുത്തത്, മസ്റ്റ് ബി യൂണിഫോം ഇൻ വെയിറ്റ് ആൻഡ് ഡ്രഗ് കണ്ടന്റ്. ഓരോ കമ്പനിക്കാരും ഇറക്കുന്ന ടാബ്ലറ്റിന്റെയും വെയിറ്റ് നമ്മൾ ലേബിളിന്റെ ക്ലെയിം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഇത്ര പെർസെന്റേജ് ആണ് ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റ്, ഇത്ര പെർസെന്റേജ് അതിലുള്ള എക്സിപ്പിയൻസ്. ഇത് ആ ഒരു ബാച്ച് ഫുള്ളോ അല്ലെങ്കിൽ ആ കമ്പനി ഇറക്കുന്ന ഒരു മരുന്നിലോ അല്ലെങ്കിൽ 2 മരുന്നിലോ മാത്രമല്ല ഇത് കാണേണ്ടത്. ആ ഒരു കമ്പനി ഇറക്കുന്ന ഫുൾ പ്രൊഡക്റ്റിലും ഈ ഒരു കണ്ടന്റ് യൂണിഫോമിറ്റിയും അതുപോലെ ഡ്രഗിന്റെ കണ്ടന്റ് ഒക്കെ സെയിം ആയിരിക്കണം അല്ലെ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനൊക്കെ നമുക്ക് ടെസ്റ്റ് ഉണ്ട്, ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. ഇനി അടുത്തത്, സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ദ ടാബ്ലറ്റ് ഇൻഫ്ലുവൻസ് ദ പാസിംഗ് ഓഫ് പ്രൊഡക്റ്റ് ത്രൂ ദി GAT. അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, സൈസും അതോടൊപ്പം തന്നെ ഷേപ്പ് ഓഫ് ദ ടാബ്ലറ്റ്. ഇനി ടാബ്ലറ്റ് ഷുഡ് ബി ഫിസിക്കലി ആൻഡ് കെമിക്കലി സ്റ്റേബിൾ സോ ദാറ്റ് നോ ആൾട്ടറേഷൻ ഓഫ് ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് വിത്ത് ദ ടൈം. നമ്മൾ മുമ്പ് ഫിസിക്കലി എന്തായിരിക്കണം എന്ന് പറഞ്ഞു, സ്ട്രെങ്ത് ഉണ്ടാവണം. കാരണം ട്രാൻസ്പോർട്ടേഷന്റെയും പ്രൊഡക്ഷന്റെയും ഡിസ്ട്രിബ്യൂഷന്റെയും ഒക്കെ സമയത്ത് ഉണ്ടാവുന്ന മെക്കാനിക്കൽ സ്ട്രെങ്തിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവ് അതിനുണ്ടാവണം നമ്മൾ പറഞ്ഞു. അപ്പൊ അതേപോലെ തന്നെ ആണ്, ഇറ്റ് ഷുഡ് ബി കെമിക്കലി സ്റ്റേബിൾ ആയിരിക്കണം സോ ദാറ്റ് നോ ആൾട്ടർനേറ്റീവ്സ് ഓഫ് ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് വിത്ത് ടൈം. അതായത് ടൈം മാറുന്ന അനുസരിച്ചിട്ട് അല്ലെങ്കിൽ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിന്റെ കെമിക്കൽ ഇൻഗ്രീഡിയൻസിലൊന്നും വ്യത്യാസം വരാൻ പാടില്ല. ഫിസിക്കലി ആൻഡ് കെമിക്കലി സ്റ്റേബിൾ ആയിരിക്കണം നമ്മുടെ ടാബ്ലറ്റ് ഡോസേജ് ഫോം എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദി ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് റിക്വയർഡ് ഫോർ എ ടാബ്ലറ്റ്. ഇതും എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത്ര ഇമ്പോർട്ടൻസ് നമുക്ക് വരുന്നില്ല.
ഈ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന എക്സിപ്പിയൻസ്, ടാബ്ലറ്റ് ഡിഫക്ട്സ്, ടാബ്ലറ്റ്സിന്റെ കംപ്രഷൻ മെത്തേഡ്സ്, അതേപോലെ തന്നെ ടാബ്ലറ്റിനുണ്ടാകുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടാബ്ലറ്റ്സ്, അതൊക്കെയാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ്. അടുത്ത സ്ലൈഡ് നോക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് എ ടാബ്ലറ്റ്. ടാബ്ലറ്റ് ഉപയോഗിക്കുന്നതിൽ ഈ ടാബ്ലറ്റ് എന്ന് പറയുന്ന സോളിഡ് ഡോസേജ് ഫോം ഉപയോഗിക്കുന്നതിനുള്ള ചില അഡ്വാൻറ്റേജസ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഓറൽ ഡോസേജ് ഫോം ആണ് ടാബ്ലറ്റ് ഫോം. ഈസി ടു ഹാൻഡിൽ അല്ലെ, വലിയ വലിയ ആൾക്കാർക്കോ കൊച്ചു കുട്ടികൾക്കോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ടാബ്ലറ്റ് ഡോസേജ് ഫോം എന്ന് പറയുന്നത്. കൺവീനിയന്റ് ടു അഡ്മിനിസ്റ്റർ, ഒരു പ്രൊഫഷണൽ മെഡിക്കൽ സ്റ്റാഫിന്റെ ഒന്നും ആവശ്യം നമുക്ക് വരുന്നില്ല. അഡ്വാൻറ്റേജസ് ഓഫ് ടാബ്ലറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, കൊച്ചു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെ കൺവീനിയന്റ് ആണ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനായിട്ടൊരു പ്രൊഫഷണൽ മെഡിക്കൽ സ്റ്റാഫിന്റെ ഒന്നും ആവശ്യമില്ല ഒരു ടാബ്ലറ്റ് നമുക്ക് എടുക്കാനായിട്ട്, മരുന്നെടുക്കാനായിട്ട്. പിന്നെ ഈസി ടു ഹാൻഡിൽ, ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഓറൽ ഡോസേജ് ഫോം ആണ്. പിന്നെ ഓഫേഴ്സ് ഗ്രേറ്റസ്റ്റ് ഡോസ് പ്രിസിഷൻ. ഇപ്പം IV ഒക്കെ ആണെങ്കിൽ നമുക്ക് എപ്പം എങ്ങനെ നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് 100% ബയോ അവൈലബിലിറ്റി തന്നെ, പക്ഷെ ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും അതിലെന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ വിഡ്രോ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അപ്പം ഡോസേജ് പ്രിസിഷനും കൂടുതൽ ടാബ്ലറ്റിനാണുള്ളത്. പിന്നെ അടുത്തത് ഹാവ് ദ ബെസ്റ്റ് കമ്പൈൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് കെമിക്കൽ, മെക്കാനിക്കൽ ആൻഡ് മൈക്രോബയോളജിക്കൽ സ്റ്റെബിലിറ്റി ഓഫ് ഓൾ ഓറൽ ഫോംസ്. മറ്റ് ഓറൽ ഫോംസിനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് മൈക്രോബയോളജിക്കൽ സ്റ്റെബിലിറ്റി കൂടുതലും ടാബ്ലറ്റ് ഫോമിനാണ്. പാരന്റൽ പ്രിപ്പറേഷൻസിലൊക്കെ എന്തെങ്കിലും ഒരു സ്റ്റെബിലിറ്റി ഇഷ്യൂ വന്നാൽ അത് ഭയങ്കരമായിട്ടുള്ള വിഷയമാകും. അത്രയും പാരന്റൽ ഫോമിനെ വെച്ച് നോക്കുമ്പം ടാബ്ലറ്റ് ഡോസേജ് ഫോം ആണ് കുറച്ചും കൂടി ബെസ്റ്റ് ആയിട്ടുള്ള കെമിക്കൽ, മെക്കാനിക്കൽ ആൻഡ് മൈക്രോബയോളജിക്കൽ സ്റ്റെബിലിറ്റി ഉള്ളത്. പിന്നെ ഗ്രേറ്റസ്റ്റ് ഈസ് ഓഫ് സ്വാലോയിങ് ആൻഡ് ലെസ് ഷെൽഫ് സ്റ്റോറേജ് സ്പേസ്. സ്വാലോ ചെയ്യാനാണെങ്കിലും വലിയ ബുദ്ധിമുട്ടില്ല. ഇനി സ്യൂട്ടബിൾ ഫോർ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ, അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. അൺപ്ലസന്റ് അല്ലെങ്കിൽ ബിറ്റർ ടേസ്റ്റ് ആയിട്ടുള്ള ഡ്രഗ്സിനെ നമുക്ക് എക്സിപ്പിയൻസ്, സ്യൂട്ടബിൾ ആയിട്ടുള്ള എക്സിപ്പിയൻസ് വെച്ചിട്ട് നമുക്ക് ആ ടേസ്റ്റും ഓർഡറൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നു, മാസ്ക് ചെയ്യാൻ പറ്റുന്നു. അതും ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ആൻഡ് പ്രൊവൈഡ്സ് ദി പ്രൊട്ടക്ഷൻ ഓഫ് മെഡിക്കാമെന്റ്സ് ഫ്രം എന്താണ് അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ്. നമുക്ക് മെഡിക്കാമെന്റിന് നമുക്ക് ഇപ്പം ഒരു എന്താണ് ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ എൻഡറിക്കോർഡ് ടാബ്ലറ്റ്സ് അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അപ്പം സ്റ്റൊമക്കിന്റെ ആസിഡിക് pHൽ നമ്മുടെ ഡ്രഗ്സ് ചിലപ്പോൾ എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ഡീഗ്രേഡ് ചെയ്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ സ്റ്റൊമക്കിന്റെ ആസിഡിക് pHൽ അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവത്തില്ല. ആ കേസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ആ മെഡിക്കാമെന്റിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താനുള്ള കോട്ടിംഗ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അങ്ങനെയാണ് നമ്മൾ എൻഡറിക് കോട്ടിംഗ് ഒക്കെ ഉപയോഗിക്കുന്നത്, സെല്ലുലോസ് അസറ്റേറ്റ് താലേറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ മെഡിക്കാമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ചില കാര്യങ്ങളും ഒക്കെ നമുക്ക് ടാബ്ലറ്റ് ഡോസേജ് ഫോമിൽ അവൈലബിൾ ആണ്. സോ ദീസ് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ദി ടാബ്ലറ്റ് ഡോസേജ് ഫോം. ഇനി ഡിസഡ്വാൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് നോക്കിയാൽ സം ഓഫ് ദി ഡ്രഗ്സ് ഡ്യൂ ടു ദിയർ ഹൈലി അമോർഫസ് നേച്ചർ ആൻഡ് ലോ ഡെൻസിറ്റി ആർ ഡിഫിക്കൾട്ട് ടു കംപ്രസ്. ഈ ടാബ്ലറ്റ് ആക്കി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഈസിയാണ് ഹാൻഡിൽ ചെയ്യാനായിട്ട്, സ്വാലോ ചെയ്യാൻ എളുപ്പമാണ്, കൺവീനിയന്റ് ഫോം ആണ്, ഡോസേജ് പ്രിസിഷൻ ഉണ്ട്. പിന്നെ ഇതിന് മുമ്പ് പറഞ്ഞ പോലെ തന്നെ അൺപ്ലസന്റ് ടേസ്റ്റ് ആൻഡ് മാസ്ക് ക്യാൻ ബി, നമുക്ക് മാസ്ക് ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷെ ഈ ടാബ്ലറ്റ് ഫോമിലോട്ട് വരെ എത്താൻ, അതായത് കംപ്രഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി ടാബ്ലറ്റ് ആക്കി മാറ്റി എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് സം ഓഫ് ദ ഡ്രഗ്സ് ഡ്യൂ ടു ദിയർ ഹൈലി അമോർഫസ് നേച്ചർ ആൻഡ് ലോ ഡെൻസിറ്റി കംപ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് മാനുഫാക്ചർ ചെയ്തെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഡിസഡ്വാൻറ്റേജിൽ പറയുന്നുണ്ട്. അടുത്തത് ചാൻസ് ഓഫ് ലോസ് ഓഫ് ഇൻഗ്രീഡിയന്റ് ഓഫ് ടാബ്ലറ്റ്സ് ഡ്യൂറിംഗ് മാനുഫാക്ചർ ബിക്കോസ് ഓഫ് ദി ഇൻവോൾവ്മെന്റ് ഓഫ് സെവറൽ യൂണിറ്റ് ഓപ്പറേഷൻസ്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഒരു ഒറ്റ പ്രോസസ്സിൽ തീരുന്നതല്ല ടാബ്ലറ്റ് എന്ന് പറയുന്ന ഒരു മാനുഫാക്ചറിംഗ് എന്ന് പറയുന്നത്. ഒരുപാട് പ്രോസസ്സിലൂടെയാണ് ടാബ്ലറ്റ് മാനുഫാക്ചറിംഗ് കടന്നു പോകുന്നത്. അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് ഇൻഗ്രീഡിയൻസിന്റെ നഷ്ടം വരാനുള്ള ചാൻസ് കൂടുതലാണ്. സ്റ്റെപ്സ് കൂടുന്ന അനുസരിച്ചിട്ട് വേസ്റ്റേജ് അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് നഷ്ടപ്പെടും എന്നുള്ളൊരു കാര്യമുണ്ട്. അടുത്ത ഡ്രഗ്സ് വിത്ത് എ പുവർ വെറ്റിംഗ് പ്രോപ്പർട്ടി ആൻഡ് സ്ലോ ഡിസൊല്യൂഷൻ റേറ്റ് ആർ ഡിഫിക്കൾട്ട് ടു ബി ഡിസ്പെൻസ്ഡ് ഇൻ ദ ഫോം ഓഫ് ടാബ്ലറ്റ്. നമുക്ക് എല്ലാ മരുന്നുകളെ അങ്ങ് ടാബ്ലറ്റ് ഫോമിലോട്ട് ആക്കാൻ പറ്റില്ല. അതൊരു എക്സാമ്പിൾ ആണ്. വെറ്റിംഗ് പ്രോപ്പർട്ടി കുറവുള്ളതും അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ റേറ്റ് കുറവുള്ളതും. എന്താ ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, ആദ്യം ടാബ്ലറ്റ് നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും എന്ന് പറഞ്ഞു അല്ലെ, ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് മാറും എന്ന് പറഞ്ഞു.
അത് കഴിഞ്ഞിട്ട് പിന്നെ ടാബ്ലറ്റ്സിന് ഉണ്ടാകുന്ന ഒരു പരിപാടിയാണ് ഡിസൊല്യൂഷൻ. നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിലോട്ട് അത് എന്ത് ചെയ്യണം? ഡിസോൾവ് ആകണം, അല്ലെ? എന്നാലേ നമുക്ക് ഫാർമക്കോളജിക്കൽ ആക്ഷൻ അതിന്റെ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ആ ടാബ്ലറ്റിന്. അപ്പൊ ചില മരുന്നുകൾക്ക് ഈ പറഞ്ഞ വെറ്റിംഗ് പ്രോപ്പർട്ടിയും കുറവായിരിക്കും, ഡിസൊല്യൂഷനും സ്ലോ ആയിരിക്കും നടക്കുന്നത്. അപ്പൊ അത്തരം ടാബ്ലറ്റുകൾ അത്തരം മെഡിക്കാമെന്റുകളെ നമുക്ക് ഒരിക്കലും ടാബ്ലറ്റ് ഫോമിലോട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? മാനുഫാക്ചർ ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇനി ഡ്രഗ്സ് വിത്ത് ഒബ്ജക്ഷണബിൾ ഓർഡർ ആൻഡ് ബിറ്റർ ടേസ്റ്റിംഗ് സബ്സ്റ്റൻസ് നീഡ് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഫോർ കംപ്രഷൻ. നമ്മൾ അഡ്വാൻറ്റേജിൽ പറഞ്ഞു, ഈ ബിറ്റർ ടേസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓർഡർ ഉള്ള ഡ്രഗുകൾക്കൊക്കെ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ എക്സിപ്പിയൻസ് ആഡ് ചെയ്ത ബിറ്റർ ടേസ്റ്റ് മാസ്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് അഡ്വാൻറ്റേജിൽ പറഞ്ഞു. പക്ഷെ അങ്ങനെ ബിറ്റർ ടേസ്റ്റോ അല്ലെങ്കിൽ ബിറ്റർ ഓർഡറോ ഉള്ള മരുന്നുകളെ നമ്മൾ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ്, മറ്റു മരുന്നുകളെ പോലല്ല, കുറച്ചൊരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് എടുത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഉണ്ടാക്കിയെടുക്കാൻ. അതൊരു ബുദ്ധിമുട്ടാണ്. കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മെഡിക്കാമെന്റിന്റെ ആ ഒരു ഓർഡറും ടേസ്റ്റ് ഒക്കെ മാസ്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് സത്യം തന്നെ. പക്ഷെ ആ ഒരു പ്രോസസ്സ് നമ്മൾ എക്സ്ട്രാ ഒരു പ്രോസസ്സും കൂടെ അവിടെ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് ഡിസഡ്വാൻറ്റേജ് ആയിട്ടും പറയുന്നുണ്ട്. പിന്നെ ബയോ അവൈലബിലിറ്റി പ്രോബ്ലം മേ അറൈസ് ഡ്യൂ ടു സ്ലോ ഡിസഇന്റഗ്രേഷൻ ആൻഡ് സ്ലോ ഡിസൊല്യൂഷൻ. ഇപ്പൊ IV ഇൻട്രാവീനസ് ഫ്ലൂയിഡ്സിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പാരന്റൽ പ്രിപ്പറേഷനെ സംബന്ധിച്ച് നമുക്ക് ധൈര്യമായിട്ടും ബയോ അവൈലബിലിറ്റിയിലൊന്നും കൺഫ്യൂഷൻ വരത്തില്ല. കാരണം നേരിട്ടാണ് ഡ്രഗ് ബ്ലഡ് സ്ട്രീമിലോട്ട് എത്തുന്നത്. അതുകൊണ്ട് തന്നെ എവിടെയും വേസ്റ്റേജ്, ഇപ്പം ലിവറിൽ ബൈപാസ് ഫസ്റ്റ് പാസ് എഫക്റ്റ് ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഡ്രഗിന്റെ വേസ്റ്റേജ് സംഭവിക്കുന്നില്ല. പക്ഷെ ടാബ്ലറ്റ് ഡോസേജ് ഫോമിന്റെ കേസിൽ അങ്ങനെയല്ല. നമ്മൾ കൊടുക്കുന്ന ടാബ്ലറ്റിൽ എത്ര ഡിസഇന്റഗ്രേറ്റ് ചെയ്യുന്നു, അതിൽ എത്ര ഡിസൊല്യൂട്ട് ചെയ്യുന്നു, ഇതിനനുസരിച്ചിരിക്കും ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്നത്, അല്ലെ? The drug that reaching the systemic circulation. അത് ഈ ഒരു ബയോ അവൈലബിലിറ്റി പ്രോബ്ലംസ് ടാബ്ലറ്റ്സിന്റെ കേസിൽ സ്ഥിരമായിട്ട് ഉണ്ടാകാറുണ്ട്. അതും ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ സം ഡ്രഗ്സ് ക്യാൻ ഇറിറ്റന്റ് എഫക്ട് ഓൺ GIT. അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞ അത്തരം ഡ്രഗ്സുകൾ നമ്മൾ എൻറ്ററിക് കോട്ടൺ ടാബ്ലറ്റ്സ് ഒക്കെ, ഇപ്പം ആസ്പിരിൻ ഒക്കെ ആദ്യമേ ഫസ്റ്റ് ഇപ്പോഴാണ് എക്കോസ്പിരിൻ എന്ന് പറയുന്ന ടാബ്ലറ്റ് ഒക്കെ ഇറങ്ങുന്നത്. അതിന് മുമ്പ് പ്ലെയിൻ ആസ്പിരിൻ ടാബ്ലറ്റ് ആയിരുന്നു. അത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഉണ്ടാകും. അപ്പൊ അത് പിന്നെ അവോയ്ഡ് ചെയ്യാനായിട്ടാണ് എക്കോസ്പിരിൻ ആയിട്ട് മാറിയത്. അപ്പൊ ചില ടാബ്ലറ്റുകൾക്ക് അങ്ങനെ ചില ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മുടെ GIT-നെ, ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിൽ ഇറിറ്റേഷൻ ഒക്കെ വരുത്താനുള്ള ചാൻസ് ഉണ്ട്. ഇത്രയാണ് നമ്മൾ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പഠിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഏതെങ്കിലും ഒരു ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ കമ്പാരിസൺ ഒക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ദിസ് ഇസ് ദ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ടാബ്ലറ്റ്സ്. ഓക്കെ, അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് ക്ലാസിഫിക്കേഷൻ ആണ് നോക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഏരിയ. ക്ലാസിഫിക്കേഷൻ ഓഫ് ടാബ്ലറ്റ്സ്. ഓറലി ഇൻജസ്റ്റഡ് ടാബ്ലറ്റ് ഉണ്ട്, ടാബ്ലറ്റ്സ് ഫോർ ഓറൽ ക്യാവിറ്റീസ് ഉണ്ട്, ടാബ്ലറ്റ്സ് ടു പ്രിപ്പയർ സൊല്യൂഷൻസ് ഉണ്ട്, ആൻഡ് ഫൈനലി ടാബ്ലറ്റ്സ് ഗിവൺ ത്രൂ അതർ റൂട്ട്സ് ഉണ്ട്. ഇത് 4 പ്രധാനപ്പെട്ട ടൈപ്സ് ആണ് ടാബ്ലറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. ഓറലി നമുക്ക് കഴിക്കാൻ പറ്റുന്ന മരുന്നുകൾ, പിന്നെ ക്യാവിറ്റീസിൽ വെക്കേണ്ട മരുന്നുകൾ, ഓറൽ ക്യാവിറ്റീസിൽ വെക്കേണ്ട മരുന്നുകൾ, ചില ടാബ്ലറ്റ്സ് ഉപയോഗിച്ച് നമ്മൾ സൊല്യൂഷൻസ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. ആൻഡ് നാലാമത്തെ എന്ന് പറയുന്നത് ഇതൊന്നും കൂടാതെ അതർ റൂട്ട് വഴി അഡ്മിനിസ്ട്രേറ്റ് ചെയ്യേണ്ട ടാബ്ലറ്റ്സുകൾ. ആദ്യം നമുക്ക് ഓറലി ഇൻജസ്റ്റഡ് ടാബ്ലറ്റ്സ്, അതാണല്ലോ സ്ഥിരം നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് അറിയാവുന്ന ടാബ്ലറ്റ്സിന്റെ ഏതൊക്കെ വരും നോക്കാം. അതിൽ വരുന്നതാണ് കംപ്രസ്ഡ് ടാബ്ലറ്റ്സ്, മൾട്ടിപ്പിൾ കംപ്രസ്ഡ് ടാബ്ലറ്റ്സ്, ഷുഗർ കോട്ടഡ് ടാബ്ലറ്റ്സ്, ചൂവബിൾ ടാബ്ലറ്റ്സ്, ഫിലിം കോട്ടഡ് ടാബ്ലറ്റ്സ്, ആൻഡ് ഫൈനലി എൻറ്ററിക് കോട്ടഡ് ടാബ്ലറ്റ്സ്. അപ്പം ഇതൊരു മെയിൻ ക്വസ്റ്റ്യൻ ആണ്. ഓറലി ഇൻജസ്റ്റഡ് ടാബ്ലറ്റ്സിൽ വരുന്നതാണ് ഈ പറഞ്ഞവയെല്ലാം. കംപ്രസ്ഡും മൾട്ടിപ്പിൾ കംപ്രസ്ഡും ഷുഗർ കോട്ടഡും എൻറ്ററിക് കോട്ടഡും ചൂവബിളും ഫിലിം കോട്ടഡും ഒക്കെ ഈ ഒരു ടൈപ്പിൽ വരുന്നതാണ്. അടുത്തത് നമുക്കിതിന്റെ ഓരോന്നിന്റെയും വ്യത്യാസം നോക്കാം. ഫസ്റ്റ് ഇതെല്ലാം എന്താന്നാ പറഞ്ഞത്? ടാബ്ലറ്റ്സ് ഇൻജസ്റ്റഡ് ബൈ ഓറലി എടുക്കാൻ പറ്റുന്ന മരുന്നുകൾ. അടുത്തത് നമുക്ക് കംപ്രസ്ഡ് ടാബ്ലറ്റ്സ് നോക്കാം. പ്രിപ്പയർഡ് ബൈ കംപ്രഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ടാണ് ഇവയ്ക്ക് കംപ്രസ്ഡ് ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത്. ഇത് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രിപ്പയർഡ് ബൈ കംപ്രഷൻ ഫോർ പൗഡേർഡ് ക്രിസ്റ്റലൈൻ ഓർ ഗ്രാനുലാർ മെറ്റീരിയൽ ബൈ ദി ആപ്ലിക്കേഷൻ ഓഫ് എ ഹൈ പ്രഷർ യൂസിങ് പഞ്ചസ് ആൻഡ് ഡൈ. നമ്മൾ പഞ്ചസും ഡൈസും ഉപയോഗിച്ച് ഹൈ പ്രഷറിൽ അപ്ലൈ ചെയ്ത് ആണ് നമ്മൾ കംപ്രസ്ഡ് ടാബ്ലറ്റ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇവിടെ they did not contain any special coating. Here rapid disintegration occurs and which release the drugs rapidly. അപ്പൊ കംപ്രസ്ഡ് ടാബ്ലറ്റ്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒന്ന്, കംപ്രഷൻ എന്ന് പറയുന്ന പ്രോസസ് വഴിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്.
സ്പെഷ്യൽ കോട്ടിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല. സ്പെഷ്യൽ കോട്ടിങ്ങുള്ള ടാബ്ലറ്റ് ഒക്കെ വരുന്നുണ്ട്. ഷുഗർ കോട്ടിങ്, ഫിലിം കോട്ടിങ്, എൻഡറിക് കോട്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. കമ്പൽസറി ടാബ്ലറ്റ്സിന് അങ്ങനെ സ്പെഷ്യൽ കോട്ടിംഗ് ഒന്നും ആവശ്യമില്ല. റാപ്പിഡ് ആയിട്ടുള്ള ഡിസഇന്റഗ്രേഷൻ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ പ്രത്യേകത. ഇനി മൾട്ടി കംപ്രസ്ഡ് ടാബ്ലറ്റ്. ഇപ്പൊ പറഞ്ഞത് പ്ലെയിൻ കംപ്രസ്ഡ് ടാബ്ലറ്റ്. മൾട്ടി എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നിൽ കൂടുതൽ എന്നർത്ഥം വരുന്നത് അല്ലെ. കമ്പോസ്ഡ് ഓഫ് 2 to 3 layers prepared by introducing the fill material to more than one compression cycle. ഇപ്പൊ കംപ്രസ്ഡ് ടാബ്ലറ്റ്സിന്റെ കേസിൽ ഒരൊറ്റ കംപ്രഷൻ നടക്കുന്നുള്ളെങ്കിൽ മൾട്ടി കംപ്രസ്ഡ് ടാബ്ലറ്റ്സിന്റെ കേസിൽ മോർ ദാൻ വൺ കംപ്രഷൻ സൈക്കിളിലൂടെ ആ ഒരു മെഡിക്കാമെന്റ് കടന്നു പോകുന്നു. മൾട്ടിപ്പിൾ കംപ്രഷൻ അല്ലെങ്കിൽ മൾട്ടി കംപ്രഷൻ ഈസ് ഡൺ ഇൻ കേസ് വെയർ ദ ഇൻഗ്രീഡിയൻസ് ആർ ഫിസിക്കലി ഓർ കെമിക്കലി ഇൻകോമ്പാക്റ്റബിൾ ഓർ വെൻ എ പ്രൊലോങ്ഡ് ആക്ഷൻ ഈസ് റിക്വയർഡ്. എല്ലാ ടാബ്ലറ്റ്സിനും മൾട്ടി കംപ്രഷൻ ആവശ്യമുണ്ടോ? ഇല്ല. ഏതൊക്കെ കേസിലാണ് മൾട്ടി കംപ്രഷൻ ആവശ്യമായിട്ട് വരുന്നത്? ചിലപ്പോൾ നമ്മൾ അതിലുള്ള ഇൻഗ്രീഡിയന്റിന് ഫിസിക്കലി ഓർ കെമിക്കലി ഇൻകോമ്പാക്റ്റബിലിറ്റി ഉണ്ടാവും. ഓക്കെ, ഫിസിക്കൽ ഇൻകോമ്പാക്റ്റബിലിറ്റി, കെമിക്കൽ ഇൻകോമ്പാക്റ്റബിലിറ്റി, തെറാപ്യൂട്ടിക് ഇൻകോമ്പാക്റ്റബിലിറ്റി, അങ്ങനെ ഇൻകോമ്പാക്റ്റബിലിറ്റി 3 ടൈപ്പ് ഉണ്ട്. അതിൽ ഫിസിക്കൽ ഓർ കെമിക്കൽ ഇൻകോമ്പാക്റ്റബിലിറ്റി ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ടാബ്ലറ്റിനകത്ത് ഉണ്ടെങ്കിൽ മൾട്ടി കംപ്രഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. പിന്നീട് മറ്റൊരു അവസരം എന്ന് പറയുന്നത് പ്രൊലോങ്ഡ് ആക്ഷൻ ആവശ്യമായിട്ടുള്ള, ഇപ്പൊ ഒരു കംപ്രഷൻ പോരാ, മൾട്ടി കംപ്രസ്ഡ് ആയിട്ടുള്ള ടാബ്ലറ്റ് ആണ് നമ്മൾ പ്രൊലോങ്ഡ് ആക്ഷൻ ആവശ്യമുള്ളിടത്ത് കൊടുക്കുന്നത്. ആൻഡ് ദേ ആർ ഫർദർ ക്ലാസിഫൈഡ് ഇൻടു 3. ഏതൊക്കെയാണ്? ഈ പറഞ്ഞ മൾട്ടി കംപ്രസ്ഡ് ടാബ്ലറ്റ്സിനെ തന്നെ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ലേയർഡ് ടാബ്ലറ്റ്സും ഉണ്ട്, ഇൻലേ ടാബ്ലറ്റ്സും ഉണ്ട്. ഏതൊക്കെയാണ്? ഇത് ഇമ്പോർട്ടന്റ് ആണ്. ആദ്യം പറഞ്ഞത് കംപ്രസ്ഡ് ടാബ്ലറ്റ്സ്, രണ്ടാമത് പറഞ്ഞത് മൾട്ടി കംപ്രസ്ഡ് ടാബ്ലറ്റ്സ്. മൾട്ടി കംപ്രസ്ഡ് ടാബ്ലറ്റ്സ് തന്നെ അഗെയിൻ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ലേയർഡ് ടാബ്ലറ്റ്സും ഇൻലേ ടാബ്ലറ്റ്സും. അത് നമുക്ക് കംപ്രസ്ഡ് കോട്ടഡ് ടാബ്ലറ്റ്സ് നോക്കാം. കംപ്രസ്ഡ് കോട്ടഡ് ടാബ്ലറ്റ്സ് കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ്. ഇന്റേണൽ കോർ, അതിലാണ് നമ്മുടെ ടാബ്ലറ്റ് ഉള്ളത്. സറൗണ്ട് ചെയ്തൊരു കോട്ടിങ്ങും കാണും. അതാണ് കംപ്രസ്ഡ് കോട്ടഡ് ടാബ്ലറ്റ്. അതായത് ഉള്ളിലെ കോറിന്റെ ഉള്ളിലായിരിക്കും എന്തിരിക്കുന്നത്? നമ്മുടെ മരുന്നിരിക്കുന്നത്. ഇന്റേണൽ കോറിന്റെ ഉള്ളിലാണ് നമ്മുടെ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റ് ഇരിക്കുന്നത്. പുറത്തൊരു സറൗണ്ടിങ്, ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിങ്ങും കാണും. And these tablets are prepared by filling coat material to the half and core tablet is mechanically transferred. Again, the remaining space is filled with coat material and finally compression force is applied. ഇതാണ് കംപ്രഷൻ കോട്ടഡ് ടാബ്ലറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കോട്ടഡും ഉണ്ട്, അതിന്റെ കൂടെ കംപ്രഷനും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി ഇൻലേ ടാബ്ലറ്റ് എന്ന് പറയുമ്പം ടാബ്ലറ്റ് കോർ ഈസ് നോട്ട് കംപ്ലീറ്റ്ലി സറൗണ്ടഡ് ബൈ കോട്ടിംഗ്. ദ ടോപ്പ് സർഫസ് ഈസ് കംപ്ലീറ്റ്ലി എക്സ്പോസ്ഡ്. ഇപ്പം കംപ്രസ്ഡ് കോട്ടഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളിലിരിക്കുന്ന മെഡിക്കാമെന്റ് നമുക്ക് കാണാൻ പറ്റുന്നില്ല, അതിന്റെ മുകളിൽ ഒരു കോട്ടിങ് വരുന്നുണ്ട്. പക്ഷെ ഇൻലേ ടാബ്ലറ്റിന്റെ കേസ് അങ്ങനെയല്ല. ടാബ്ലറ്റിന്റെ കോർ അല്ലെങ്കിൽ മെഡിക്കാമെന്റ് ഇരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് നോട്ട് കംപ്ലീറ്റ്ലി സറൗണ്ടഡ് ബൈ എ കോട്ടിങ്. പൂർണ്ണമായിട്ടൊരു കോട്ടിങ് അതിന് ചുറ്റും വരുന്നില്ല. പകരം അതിന്റെ ടോപ്പ് സർഫസ്, ഏറ്റവും അതിന്റെ പിക്ചർ നമുക്ക് അടുത്ത സ്ലൈഡിൽ കാണാം. ടോപ്പ് സർഫസ് ഈസ് എന്ത് സംഭവിക്കുന്നു? കംപ്ലീറ്റ്ലി എക്സ്പോസ്ഡ് ആണ്. അപ്പൊ അതിനെയാണ് നമ്മൾ ഇൻലേ ടാബ്ലറ്റ് എന്ന് പറയുന്നത്. ഇനി ലേയേർഡ് ടാബ്ലറ്റ് ഉണ്ട്. ലേയേർഡ് എന്ന് പറയുമ്പോഴത്തേക്കും പല ലേയേഴ്സ് ആയിട്ടായിരിക്കും. കൺസിസ്റ്റ് ഓഫ് 2 to 3 ingredients in layers preferred when 2 or more ingredients have to be administered simultaneously. ഒരേ സമയം നമുക്ക് രണ്ടിൽ കൂടുതലോ 2 മുതൽ 3 ഇൻഗ്രീഡിയൻസ് വരെയൊക്കെ അറ്റ് എ ടൈം നമ്മുടെ ബോഡിയിൽ എത്തേണ്ട കേസുകൾ നമ്മൾ ലേയേർഡ് ടാബ്ലറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഓരോ ലേയേഴ്സ് ആയിട്ടായിരിക്കും 2 to 3 ഇൻഗ്രീഡിയൻസ് ഉണ്ടാകും ഓരോ ലേയേഴ്സിനകത്തും. ഇതാണ് ലേയേർഡ് ടാബ്ലറ്റ്സ്. ഓക്കെ, അപ്പൊ ആദ്യത്തത് കംപ്രസ്ഡ് ടാബ്ലറ്റ്സ്, മൾട്ടി കംപ്രസ്ഡ് ടാബ്ലറ്റ്സ്, പിന്നെ അതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് കംപ്രഷൻ കോട്ടഡ് ടാബ്ലറ്റ്സ്. അതിലൊരു കോറും ഉണ്ടാകും, സറൗണ്ടഡ് ബൈ എ കോട്ടിങ്ങും ഉണ്ടാകും. ഇൻലേ ടാബ്ലറ്റ്സ് ആകുമ്പോഴത്തേക്കും കോറിനെ പൂർണ്ണമായിട്ട് ഒരു കോട്ടിങ് ഉണ്ടാകത്തില്ല, പകരം അതിന്റെ ടോപ്പ് സർഫസ് എപ്പോഴും എന്തായിരിക്കും? എക്സ്പോസ്ഡ് ആയിരിക്കും. ലേയേർഡ് ടാബ്ലറ്റ്സ് എന്ന് പറയുമ്പോൾ 2 to 3 ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ള അല്ലെങ്കിൽ അറ്റ് എ ടൈം 2 to 3 ഇൻഗ്രീഡിയൻസ് നമ്മുടെ ബോഡിയിലോട്ട് എത്തേണ്ട കേസുകളിലാണ് ലേയേർഡ് ടാബ്ലറ്റ്സ് യൂസ് ചെയ്യുന്നത്. സോ അതായത് നമ്മൾ പറഞ്ഞ കംപ്രസ്ഡ് കോട്ടഡ് ടാബ്ലറ്റ്സ്, ലേയേർഡ് ടാബ്ലറ്റ്. ഇൻലേ ടാബ്ലറ്റ്സിന്റെ ഇതാ നോക്കൂ, ടോപ്പ് വ്യൂ ആണ്. കണ്ടോ? ടോപ്പ് വ്യൂ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും എന്താണ്? ടോപ്പ് വ്യൂ പോർഷൻ എക്സ്പോസ്ഡ് ആണ്.
അത് പൂർണ്ണമായിട്ട് എന്തില്ല, അതിൽ കോട്ടിംഗ് ഇല്ല എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അടുത്തത് എൻഡറിക് ടാബ്ലറ്റ്. അപ്പൊ നമ്മളിപ്പോ പഠിക്കുന്നത് എന്താണ്, ടാബ്ലറ്റ്സ് ഇൻജസ്റ്റഡ് ഓറലി ആണ് അല്ലെ. അപ്പൊ അതില് അടുത്ത ടൈപ്പ് നോക്കാം, എൻഡറിക് ടാബ്ലറ്റ്. ഇതിന് സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. എന്താണ് എൻഡറിക് ടാബ്ലറ്റ്സ്? ദ ഡ്രഗ് വിച്ച് ഈസ് ഡിസൈൻ ടു ബി റിലീസ്ഡ് ഇൻ ദ ഇൻഡസ്റ്റൈൻ ബൈപാസിംഗ് ദ സ്റ്റൊമക് ആർ നോൺ ആസ്. ഓപ്ഷൻസിലെ എൻഡറിക് കോട്ടഡ് കാണും, നോൺ എൻഡറിക് കോട്ടഡ് കാണും, ഫിലിം കോട്ടൺ കാണും, ഷുഗർ കോട്ടഡ് ടാബ്ലറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് കാണും. അത് എല്ലാവർക്കും അറിയാവുന്ന കുറെ നാളുടെ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റൻ ആയിരുന്നു എൻഡറിക് കോട്ടിങ്ങിന്റെ ഡെഫിനേഷൻ എന്താണെന്നുള്ളത്. പിന്നീട് അതിനകത്തുള്ള എൻഡറിക് കോട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്താണെന്നുള്ളതായി. ആ ഒരു ഏരിയ കുറെ പ്രാവശ്യം എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉള്ള ഏരിയ ആണ്. സോ നമുക്ക് നോക്കാം. എൻഡറിക് ടാബ്ലറ്റ്സ് ആർ ഫോർമുലേറ്റഡ് ടു പ്രിവെന്റ് ദ ഡ്രഗ് റിലീസിങ് സ്റ്റൊമക്. ഒരു കാരണവശാലും സ്റ്റൊമക്കിൽ മെഡിക്കാമെന്റ് റിലീസ് ചെയ്യാൻ പാടില്ല. അതാണ് എൻഡറിക് ടാബ്ലറ്റ്സിന്റെ മെയിൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണ്. Such an enteric coating is preferred when the drugs get inactivated or destroyed by gastric pH. എന്തിനാ നമ്മൾ സ്റ്റൊമക്കിനെ പേടിക്കുന്നത്? സ്റ്റൊമക്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ മെഡിക്കാമെന്റിനെ റിലീസ് ചെയ്യിപ്പിക്കാത്തത്? കാരണം ആ ഒരു pH ചിലപ്പോൾ നമ്മുടെ ഡ്രഗ് എന്താകാനുള്ള ചാൻസ് ഉണ്ട്, ഇനാക്ടിവേറ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഗ്യാസ്ട്രിക് pH ആയിട്ടുള്ള സ്റ്റൊമക്കിന്റെ ഗ്യാസ്ട്രിക് pHനെ പേടിക്കുന്നത്. Or when the drug is irritating to the gastric mucosa. ഒന്നെങ്കിൽ ആ മരുന്നിന് തന്നെ എന്തെങ്കിലും സംഭവിക്കും, അല്ലെങ്കിൽ കഴിക്കുന്ന ആൾക്കാർക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുക. മരുന്നിന് സംഭവിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്, സ്റ്റൊമക്കിന്റെ pH ചിലപ്പോൾ എന്തുണ്ടാകും, അത് ഇനാക്ടിവേറ്റ് ആയി പോകാം, അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്തു പോകാം. അല്ലെങ്കിൽ കഴിക്കുന്ന ആളുടെ ഗ്യാസ്ട്രിക് മ്യൂക്കോസിൽ എന്തുണ്ടാകും, അത് ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ഈ രണ്ട് അവസരങ്ങളിലാണ് നമ്മൾ ഈ സ്റ്റൊമക്കിലുള്ള റിലീസ് എന്ത് ചെയ്യുന്നത്, ബൈപ്പാസ് ചെയ്ത് എവിടെ, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ മാത്രമേ മെഡിക്കാമെന്റിനെ റിലീസ് ചെയ്യിപ്പിക്കുന്നത്. ഇനി എൻഡറിക് കോട്ടഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന്റെ പ്രത്യേകത, അതിപ്പോ ലാസ്റ്റ് കഴിഞ്ഞ എക്സാംസിനൊക്കെ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻഡറിക് കോട്ടിംഗ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇപ്പം നമ്മളൊരു ടാബ്ലറ്റിന് എൻഡറിക് കോട്ടിംഗ് ചെയ്യുമ്പോൾ ആ എൻഡറിക് കോട്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന കോട്ടിംഗ് മെറ്റീരിയൽ ഉണ്ടല്ലോ, അതിന്റെ പ്രത്യേകതകൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻസോലബിൾ ഇൻ അസിഡിക് pH. അത് വേണം ഇല്ലേ, അല്ലെങ്കിൽ എന്ത് പറ്റും, സ്റ്റൊമക്ക് കഴിഞ്ഞിട്ടേ എന്തായാലും സ്മോൾ ഇൻറ്റസ്റ്റൈനിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. സ്റ്റൊമക്കിന്റെ pH എത്തിക്കഴിയുമ്പോൾ ആ കോട്ടിംഗ് ചിലപ്പോൾ അതിലങ്ങ് ലയിച്ചു പോയാലോ, അത് പാടില്ല. എൻഡറിക് കോട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഷുഡ് ബി ഇൻസോലബിൾ ഇൻ അസിഡിക് pH ആൻഡ് സോലബിൾ ഇൻ ആൽക്കലൈൻ pH. അസിഡിക് pHൽ ഇൻസോലബിൾ ആവുകയും ചെയ്യണം, അതോടൊപ്പം തന്നെ ആൽക്കലൈൻ pHൽ എത്തുമ്പോൾ അത് എന്താവുകയും ചെയ്യണം, സോലബിൾ ആവുകയും വേണം. Such tablets are meant for delayed release. അത് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ മൾട്ടി കംപ്രസ്ഡ് ടാബ്ലറ്റ്സിന്റെ കേസ് പറഞ്ഞ പ്രൊലോങ്ഡ് ആക്ഷൻ ആവശ്യമുള്ള കേസുകളിലാണല്ലോ നമ്മൾ മൾട്ടി കംപ്രസ്ഡ് ടാബ്ലറ്റ്സ് യൂസ് ചെയ്യുന്നു പറഞ്ഞത്. അതേപോലെ തന്നെ എൻഡറിക് കോട്ടഡ് ടാബ്ലറ്റ്സും യൂസ് ചെയ്യുന്നത് പ്രൊലോങ്ഡ് ആക്ഷൻ ആവശ്യമുള്ള കേസുകളിലാണ്. അതൊന്ന് ഇമ്പോർട്ടന്റ് ആട്ടോ. പ്രൊലോങ്ഡ് ആക്ഷൻ ആവശ്യമുള്ള അല്ലെങ്കിൽ ഡിലേഡ് റിലീസ് ആവശ്യമുള്ള കേസുകളിലാണ് നമ്മൾ എൻഡറിക് കോട്ടഡ് ടാബ്ലറ്റ്സ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എൻഡറിക് കോട്ടഡ് ടാബ്ലറ്റ്സിന്റെ സോലുബിലിറ്റി ഓരോ pHലും എങ്ങനെയാണെന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഈ കഴിഞ്ഞ PSC എക്സാംസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻഡറിക് കോട്ടഡ് ടാബ്ലറ്റ്സ് ഷുഡ് ബി ഇൻസോലബിൾ ഇൻ അസിഡിക് pH ആൻഡ് സോലബിൾ ഇൻ ആൽക്കലൈൻ pH. ആ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത് നമുക്ക് ഷുഗർ കോട്ടഡ് ടാബ്ലറ്റ്സ് നോക്കിയാലോ. കണ്ടെയ്ൻ കോൺസെൻട്രേറ്റഡ് ഷുഗർ സൊല്യൂഷൻ യൂസ്ഡ് ടു ഇംപ്രൂവ് ദ പേഷ്യന്റ് കംപ്ലയൻസ്, increase the physical appearance, mask the unpleasant taste and increase the stability or modify the releasing of drug. ഷുഗർ കോട്ടഡ് ടാബ്ലറ്റ്സിനകത്ത് പേര് തന്നെ ഉണ്ട്, എന്താണ്, എൻഡറിക് കോട്ടഡിനകത്ത് എൻഡറിക് കോട്ടഡ് മെറ്റീരിയൽ ആണ് ഉള്ളതെങ്കിൽ ഷുഗർ കോട്ടഡ് ടാബ്ലറ്റ്സിനകത്ത് എന്താ ഉള്ളത്, കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഷുഗർ സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി അങ്ങനെ ഈ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഷുഗർ സൊല്യൂഷൻ ആഡ് ചെയ്ത് എന്തിനാ അങ്ങനെ ഒരു ടാബ്ലറ്റ് ഉണ്ടാകുന്നതിനുള്ള ഗുണം എന്താണ്? ഒന്ന്, പേഷ്യൻസിന്റെ ഇപ്പം ചില മരുന്നുകൾ കഴിക്കുമ്പോൾ തന്നെ ഭയങ്കര ചവർപ്പാണെങ്കിൽ, ബിറ്റർ ടേസ്റ്റ് ആണെങ്കിൽ പിന്നെ മരുന്ന്, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യത്തില്ല, കഴിക്കത്തില്ല. പിന്നെ ആ മരുന്ന് ഒരു കാരണവശാലും കഴിക്കത്തില്ല. അപ്പൊ ആ പേഷ്യന്റ് കംപ്ലൈൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് കൃത്യസമയത്ത് അവർക്ക് ആ മരുന്ന് കഴിക്കാൻ തോന്നണമെങ്കിൽ മരുന്നിനൊരു ടേസ്റ്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ ബിറ്റർ ടേസ്റ്റ് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അത് മാസ്ക് ചെയ്യാനായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതുവഴി നമുക്ക് ഷുഗർ കോട്ടഡ് ടാബ്ലറ്റ്സ് കാണാൻ ഒരു അപ്പിയറൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഫിസിക്കൽ അപ്പിയറൻസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. കൂടാതെ ടേസ്റ്റ് മാസ്ക് ചെയ്യാൻ പറ്റുന്നു. അതോടൊപ്പം തന്നെ സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്യാനും നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ആർ ദ അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ ഇതാണ് ഷുഗർ കോട്ടഡ് ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത്. The enteric coated tablets do not dissolve in the acidic condition of the stomach, and enteric coated drugs readily dissolve in the alkaline pH of the small intestine. അടുത്ത ഫസ്റ്റ് കംപ്രഷൻ ടാബ്ലറ്റ്സ്
മൾട്ടി കംപ്രഷൻ ടാബ്ലറ്റ്സ്, enteric coated ടാബ്ലറ്റ്സ്, ഷുഗർ കോട്ടഡ് ടാബ്ലറ്റ്സ്. ഇത്രയും നമ്മളിപ്പോ പറഞ്ഞു ടാബ്ലറ്റ്സ് ഇൻജസ്റ്റഡ് ഓറലിക്കകത്ത് വരുന്നതാണ്. അടുത്ത ഫിലിം കോട്ടഡ് ടാബ്ലറ്റ്സ്. These are the tablets coated with a thin layer of polymer material or a mixture of polymer materials. Okay, ഒന്നെങ്കിൽ ഒരു പോളിമർ അല്ലെങ്കിൽ ഒരു മിക്സ്ചർ ഓഫ് പോളിമർ മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നവയാണ് ഫിലിം കോട്ടഡ് ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഇത് എന്തിനാണ് സ്പെഷ്യലി ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ the coating is designed to break the core tablet at a desired location in the GIT. നമ്മൾ ആവശ്യപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ പറയുന്ന ഏരിയ GITയിലെ ഏരിയയിൽ പോയി മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആ ടാബ്ലറ്റിന്റെ കോർ ബ്രേക്ക് ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് വേണം അതിന്റെ ഡിസൈഡ് ആക്ഷൻ അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഫിലിം കോട്ടിംഗ്, ഷുഗർ കോട്ടിംഗ് നമ്മൾ ചെയ്യുന്നത് ഫിസിക്കൽ അപ്പിയറൻസ് കൂട്ടാനും അൺപ്ലസന്റ് ടേസ്റ്റ് ആൻഡ് ഓർഡർ മാസ്ക് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഫിലിം കോട്ടഡ് ടാബ്ലറ്റ്സിന്റെ ഉപയോഗം വരുന്നത് പ്രൊട്ടക്ട് ദ ടാബ്ലറ്റ് ഫ്രം അറ്റ്മോസ്ഫിയറിക് എഫക്ട്. അതാണ് അവിടുത്തെ ഇമ്പോർട്ടന്റ്. ഓക്കെ, പ്രൊട്ടക്ട് ദ ടാബ്ലറ്റ് ഫ്രം അറ്റ്മോസ്ഫിയറിക് എഫക്ട്. അടുത്ത ചൂവബിൾ ടാബ്ലറ്റ് ആർ ചൂഡ് പ്രിയർ ടു സ്വാലോയിങ്. സാധാരണ ടാബ്ലറ്റ്സ് എല്ലാം നമുക്ക് ഇട്ട് വിഴുങ്ങി വെള്ളവും കുടിച്ചാൽ മതി അല്ലെ. പക്ഷെ ചൂവബിൾ ടാബ്ലറ്റ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേ ഷുഡ് ബി ചൂഡ്, ഒന്ന് ചവച്ചത് ചൂ ചെയ്തിട്ട് വേണം സ്വാലോ ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് അതിനെ ചൂവബിൾ ടാബ്ലറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ചെറിയ കുട്ടികൾക്കൊക്കെ സംബന്ധിച്ച് വിഴുങ്ങാന്ന് സ്വാലോ ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. So they are used for children's adults who have a difficulty with swallowing with the tablet intact. As such നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ ടാബ്ലറ്റ് എടുത്ത് വിഴുങ്ങി വെള്ളവും കുടിക്കാൻ പറ്റാത്ത അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ചൂവബിൾ ടാബ്ലറ്റ്. പ്രത്യേകിച്ച് കുട്ടികൾക്കും നല്ല മുതിർന്ന ആളുകൾക്ക് അല്ലെങ്കിൽ പ്രായമായവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ചൂവബിൾ ടാബ്ലറ്റ്. ഇതിൽ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയന്റ്, അതായത് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസിന്റെ ഒപ്പം തന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ചില ഇൻഗ്രീഡിയന്റ് ചൂവബിൾ ടാബ്ലറ്റിൽ ചേർക്കാറുണ്ട്. അതെന്താന്ന് നോക്കാം. Substance like mannitol, dextrose are used in the preparation along with the active ingredient. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇനി പറയുന്നുണ്ട്, അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മള് എക്സിപ്പിയൻസ് പറഞ്ഞ കൂട്ടത്തില് ടാബ്ലറ്റ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സിപ്പിയന്റ് ആയിട്ട് പറഞ്ഞതാണ് ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജന്റ് അല്ലെ. കാരണം ടാബ്ലറ്റ്സ് നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് സ്മോളർ പാർട്ടിക്കിൾസ് ആയിട്ട് മാറണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ചൂവബിൾ ടാബ്ലറ്റ്സിന്റെ കേസിൽ എന്ത് ആവശ്യമില്ല, ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജന്റിന്റെ ആവശ്യമില്ല. കാരണം ഓൾറെഡി നമ്മൾ തന്നെ അത് എന്ത് ചെയ്യുന്നുണ്ട്, ചൂ ചെയ്തിട്ടാണ് സ്വാലോ ചെയ്യുന്നത്. സോ ദീസ് ടാബ്ലറ്റ്സ് ഡു നോട്ട് റിക്വയർ എൻ ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജന്റ് ആൻഡ് ദേ ഷുഡ് ആൾസോ ഹാവ് എൻ അക്സെപ്റ്റബിൾ ടേസ്റ്റ് ആൻഡ് ഫ്ലേവർ. അതിനകത്ത് മാനിറ്റോളും ഡെക്സ്ട്രോസ് ഒക്കെ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിനൊരു അക്സെപ്റ്റബിൾ ടേസ്റ്റ് ആൻഡ് ഫ്ലേവർ ഉണ്ട്. അഡീഷണൽ ഒരു ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജന്റിന്റെ ആവശ്യമില്ല. അതൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഏത് ടാബ്ലറ്റിന്റെ പ്രിപ്പറേഷനിലാണ് നമുക്ക് ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജന്റ്സിന്റെ ആവശ്യം വരാത്തത് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഏത് ടാബ്ലറ്റിന്റെ പ്രിപ്പറേഷനിലാണ്? ചൂവബിൾ ടാബ്ലറ്റിന്റെ പ്രിപ്പറേഷനിലാണ്. ചൂവബിൾ ടാബ്ലറ്റിൽ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റിന് ഒപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണ് ഡെക്സ്ട്രോസും മാനിറ്റോളും. സോ ദേ ഡു നോട്ട് റിക്വയർ എനി ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജന്റ് എന്നുള്ള പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മൾ ഇതോടുകൂടി ടാബ്ലറ്റ് ഇൻജസ്റ്റഡ് ഓറലി എന്നുള്ള ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞിരിക്കുന്നു. കംപ്രസ്ഡ്, മൾട്ടി കംപ്രസ്ഡ് ടാബ്ലറ്റ്സ്, പിന്നെ അതിന്റെ ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള ലേയർഡ് ടാബ്ലറ്റ്സ്, ഇൻലേ ടാബ്ലറ്റ്സ് പറഞ്ഞു, പിന്നെ enteric coated ടാബ്ലറ്റ്സ് പറഞ്ഞു, ഫിലിം കോട്ടഡ് ടാബ്ലറ്റ്സ് പറഞ്ഞു, ഷുഗർ കോട്ടഡ് ടാബ്ലറ്റ്സ് പറഞ്ഞു, ആൻഡ് ഫൈനലി ചൂവബിൾ ടാബ്ലറ്റും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത മെയിൻ ക്ലാസിഫിക്കേഷൻ ടാബ്ലറ്റ് ഫോർ ഓറൽ ക്യാവിറ്റീസ്. മുമ്പ് ഓറലി കഴിക്കാൻ പറ്റുന്ന മരുന്നുകളാണ് പറഞ്ഞത്. ഇനി ക്യാവിറ്റീസിൽ വെക്കാൻ പറ്റുന്ന, ഓറൽ ക്യാവിറ്റീസിൽ വെക്കാൻ പറ്റുന്ന മരുന്നുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ബക്കൽ ആൻഡ് സബ്ലിംഗ്വൽ ടാബ്ലറ്റ്സ്, രണ്ടാമത്തത് ഡെന്റൽ കോൺസ്, മൂന്നാമത്തത് ലോസഞ്ചസ് ആൻഡ് ട്രോച്ചസ്. ഇതിൽ നിന്നൊക്കെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. നമുക്ക് ഓരോന്ന് നോക്കാം. ഓറൽ ക്യാവിറ്റീസ് എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് ഈ ഓറൽ ക്യാവിറ്റീസ് എന്ന് അറിയണ്ടേ? ഓറലി കഴിക്കുന്ന മരുന്നുകളുടെ ക്ലാസിഫിക്കേഷനും എക്സാമ്പിളും ഒക്കെ നമ്മൾ പറഞ്ഞു. ഓറൽ ക്യാവിറ്റീസ് എന്തൊക്കെയാണെന്ന് ആദ്യം അറിഞ്ഞിരിക്കുക. ലിപ്സ്, ചീക്സ്, ടീത്ത്, ഗം, floor of the mouth, bony roof of the mouth and the 2/3 of tongue portions are the oral cavities. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും ആണ് നമ്മൾ ഇനി ടാബ്ലറ്റിനെ പ്ലേസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ അതിനൊക്കെ നമ്മൾ ഈ ക്ലാസിഫിക്കേഷനിലാണ് ഇടുന്നത്. ടാബ്ലറ്റ്സ് പ്ലേസ്ഡ് അണ്ടർ ഓറൽ ക്യാവിറ്റി വിച്ച് ഇൻക്ലൂഡ്സ് ഏതൊക്കെയാണ്? സബ്ലിംഗ്വൽ ടാബ്ലറ്റ്സ്, ഡെന്റൽ കോൺസ്, ട്രോച്ചസ് ആൻഡ് ലോസഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. ആദ്യം നമുക്ക് ബക്കൽ ആൻഡ് സബ്ലിംഗ്വൽ ടാബ്ലറ്റ്സ്. സബ്ലിംഗ്വൽ ടാബ്ലറ്റ്സ് എല്ലാവർക്കും അറിയുന്ന ടാബ്ലറ്റ് ആയിരിക്കും. കാരണം നമ്മൾ ആന്റി ആൻജിനൽ ഡ്രഗിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്ലിസറൈൽ ട്രൈനൈട്രേറ്റ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് കഴിക്കുന്നത്? സബ്ലിംഗ്വലി ആണ് കഴിക്കുന്നത് അല്ലെ.
സോ ബക്കൽ ആൻഡ് സബ്ലിംഗ്വൽ ടാബ്ലറ്റ്സിന്റെ ഷേപ്പിൽ തന്നെ വ്യത്യാസമുണ്ട്. സ്മോൾ ആയിരിക്കും, ഫ്ലാറ്റ് ഓവൽ ടാബ്ലറ്റ്സ് ആയിരിക്കുക. സബ്ലിംഗ്വൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ ആയിരിക്കും വെക്കുന്നത്? ഇപ്പൊ ഒരുപാട് ഓറൽ ക്യാവിറ്റീസ് നമ്മൾ പറഞ്ഞു. അതില് സബ്ലിംഗ്വൽ ടാബ്ലറ്റ്സ് ആർ പ്ലേസ്ഡ് അണ്ടർ ദി ടങ്. നമ്മൾ നാക്കിന്റെ അടിയിലായിരിക്കും വെക്കുന്നത്. ആൻഡ് ടു ഡിസോൾവ് ആൻഡ് അബ്സോർബ് ഇൻ ടു ദ ബ്ലഡ്. അവിടെ ഇരുന്നായിരിക്കും അത് എന്ത് ചെയ്യുന്നത്? ഡിസോൾവ് ആവുകയും പിന്നെ അവിടെ നിന്ന് ബ്ലഡ് സ്ട്രീമിലോട്ട് അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ സബ്ലിംഗ്വൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുകയും ചെയ്യുന്നത്. ഇനി ബക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാല് പ്ലേസിംഗ് ദ ഡ്രഗ് ബിറ്റ്വീൻ ദി ഗം ആൻഡ് ചീക്ക്. നമ്മുടെ ഈ മോണയ്ക്കും അതേപോലെ ചീക്കിനും കവിളിനും ഇടയിൽ നമ്മൾ വെക്കുന്നു. അവിടെ നിന്ന് അത് എന്ത് ചെയ്യുന്നു? ഡിസോൾവ് ചെയ്യുന്നു. എന്നിട്ട് പഴയ പോലെ തന്നെ സബ്ലിംഗ്വലിൽ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുന്നു? അബ്സോർബ്ഡ് ഇൻ ടു ദി ബ്ലഡ്. ഇപ്പൊ ബക്കൽ ടാബ്ലറ്റ്സും ഉണ്ട്, സബ്ലിംഗ്വൽ അഡ്മിനിസ്ട്രേഷനും ഉണ്ട്. സബ്ലിംഗ്വൽ അഡ്മിനിസ്ട്രേഷൻ ആണ് നമ്മൾ മുമ്പ് പറഞ്ഞ ആന്റി ആൻജൈനൽ ഡ്രഗ്സ്, പ്രധാനമായിട്ടും ഗ്ലിസറൈൽ ട്രൈനൈട്രൈറ്റും നൈട്രോഗ്ലിസറിൻ ടാബ്ലറ്റ്സ്, ഗ്ലിസറൈൽ ഐസോസോർബേറ്റ് മോണോനൈട്രൈറ്റ് എന്നൊക്കെ നമ്മൾ പഠിക്കുന്ന ടാബ്ലറ്റ്സ് എല്ലാം സബ്ലിംഗ്വൽ ആണ് അതിന്റെ അഡ്മിനിസ്ട്രേഷൻ. അടുത്തത് ലോസഞ്ചസ് ആൻഡ് ക്രോച്ചസ്. ഇതും എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആണ്. ഡിസ്ക് ഷേപ്ഡ് ആയിരിക്കും. മെഡിസിനൽ ഏജൻസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ഫ്ലേവേർഡ് ഹാർഡ് കാൻഡി ഓർ ഷുഗർ ബേസ്, intended to be dissolved slowly in the oral cavity. നമ്മുടെ ലോസഞ്ചസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ് നമ്മുടെ സ്ട്രപ്സിൽസ് നമ്മൾ കഴിക്കത്തില്ലേ, സോർ ത്രോട്ടിനൊക്കെ കഴിക്കത്തില്ലേ, അത് ലോസഞ്ചസ് ആണ്. അതായത് ഡിസ്ക് ഷേപ്പ് ആയിരിക്കും. മെഡിസിനൽ ഏജൻസിനെ നമ്മളൊരു ഫ്ലേവേർഡ് ഹാർഡ് കാൻഡി അല്ലെങ്കിൽ ഷുഗർ ബേസ് ആയിരിക്കും. നമുക്കിങ്ങനെ അലിച്ചലിച്ച് എന്തായിരിക്കും നമുക്ക് അതിന്റെ ഒരു എഫക്ട് നമുക്ക് ത്രോട്ടിൽ നമുക്ക് എന്ത് ചെയ്യും? കിട്ടുകയും ചെയ്യും. അടുത്തത് ഡെന്റൽ കോൺസ് ആണ്. ഡെന്റൽ കോൺസ് എന്ന് പറയുമ്പോൾ are the compressed tablets which are placed in the empty socket after the tooth extraction to prevent the attack of bacteria. പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ പറഞ്ഞ അത്ര എണ്ണത്തിന്റെ ഇത് കിട്ടും. ആദ്യത്തെ പിക്ചറിൽ കാണിച്ചിരിക്കുന്നതാണ് എന്ത്? നമ്മള് ബക്കൽ ടാബ്ലറ്റ്സ്. ഓക്കെ, ചീക്കിനും അതേപോലെ തന്നെ നമ്മുടെ ബക്കൽ ക്യാവിറ്റി ഓറൽ ക്യാവിറ്റിക്ക് ഇടയിൽ വെക്കുന്നതാണ് എന്ത്? ബക്കൽ ടാബ്ലറ്റ്സ്. സബ്ലിംഗ്വൽ ടാബ്ലറ്റ്സ് കണ്ടോ? നമ്മള് ടങ്ങിന്റെ അടിയിൽ വെക്കുന്നതാണ് നമ്മൾ എന്ത്? സബ്ലിംഗ്വൽ ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത്. ലോസഞ്ചസിന് എക്സാമ്പിൾ ആണ് സ്ട്രപ്സിൽസ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ക്യാൻഡി പോലെ മുട്ടായി പോലെ ഇരിക്കും. നമുക്ക് അത് എന്ത് ചെയ്യും? ചൂ ചെയ്ത് അങ്ങ് കഴിക്കാൻ പറ്റും. ഡെന്റൽ കോൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ? ഈ പല്ലൊക്കെ എക്സ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു ഹോൾ സ്പേസ് കണ്ടോ? ഇവിടെ ആയിരിക്കും നമ്മൾ ആ മരുന്ന് വെക്കുന്നത്. അതുവഴി നമുക്ക് എന്തായാലും അവിടെ ഒരു ബാക്ടീരിയൽ അറ്റാക്ക് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഡെന്റൽ കോൺസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ 3 എണ്ണം, അതായത് സബ്ലിംഗ്വൽ ടാബ്ലറ്റ്സ്, ബക്കൽ ടാബ്ലറ്റ്സ്, അതേപോലെ തന്നെ ലോസഞ്ചസ്, ഡെന്റൽ കോൺസ്, 4 പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് പിക്ചറിൽ കാണിച്ചിരിക്കുന്ന ബക്കൽ ടാബ്ലറ്റ്സ് ആണ് കണ്ടോ? ചീക്കിന്റെ ഇടയിൽ വെച്ചിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ പിക്ചറിൽ കാണിച്ചിരിക്കുന്നതാണ് സബ്ലിംഗ്വൽ ടാബ്ലറ്റ്സ്. ആൻഡ് തേർഡ്, ടൂത്ത് എക്സ്ട്രാക്ഷന് ശേഷം വരുന്ന ആ ഒരു സോക്കറ്റിൽ വെച്ചിരിക്കുന്ന മരുന്നാണ് ഡെന്റൽ കോൺസിനെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മള് ടാബ്ലറ്റ്സ് ഇൻജസ്റ്റഡ് ഓറലി കഴിഞ്ഞു. ടാബ്ലറ്റ്സ് അതർ എന്താണ് പ്ലേസ്ഡ് ഇൻ ഓറൽ ക്യാവിറ്റീസ് ഡിസ്കസ് ചെയ്തു. ലാസ്റ്റ് ടാബ്ലറ്റ്സ് ഗിവൺ ബൈ അതർ റൂട്ട്, ഇതിലൊന്നും പെടാത്തത് അതിൽ വരുന്നതാണ് ഇംപ്ലാന്റേഷൻ ടാബ്ലറ്റ്സും വജൈനൽ ടാബ്ലറ്റ്സും. അതെന്താന്ന് നോക്കാം. ഇംപ്ലാന്റ്സ്, ഇതും എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ്. ലോങ് ആക്ടിംഗ് സ്റ്റെറൈൽ ടാബ്ലറ്റ്സ് which are designed to provide a continuous release of drug for a month or a year. നമ്മൾ ഇതിനു മുമ്പ് പ്രൊലോങ്ഡ് ആക്ഷൻ അല്ലെങ്കിൽ ഡിലേഡ് ആക്ഷൻ ആവശ്യമുള്ള കേസുകൾ എന്നൊക്കെ പറഞ്ഞു. അതേപോലല്ല ഇംപ്ലാന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ എഫക്റ്റ് മാസങ്ങൾ ഈവൻ വർഷങ്ങൾ വരെ അതിന്റെ എഫക്റ്റ് ഉള്ള മരുന്നുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇംപ്ലാന്റ്സ് ആക്കി വെക്കാൻ പറ്റും. ഓക്കെ, ആഴ്ചകളൊന്നുമല്ല, മാസങ്ങളും വർഷങ്ങൾ പോലും നമുക്ക് ആ ഇംപ്ലാന്റിൽ നിന്നും മരുന്നിന്റെ മെഡിക്കാമെന്റിന്റെ റിലീസ് നടന്നുകൊണ്ടിരിക്കുന്നു. സോ ദേ ആർ ലോങ് ആക്ടിങ് ആണ്, അതൊരു പ്രത്യേകതയാണ്. കൂടാതെ സ്റ്റെറൈൽ ടാബ്ലറ്റും ആണ്. ഇത്രയും നേരം പറയാത്തൊരു പോയിന്റ് അല്ല. ഇംപ്ലാന്റ്സിന്റെ കേസിൽ പറഞ്ഞത് ലോങ് ആക്ടിങ്ങും ആണ് സ്റ്റെറൈലും ആണ്. കണ്ടിന്യൂസ് റിലീസ് ഓഫ് ഡ്രഗ് ഫോർ എ മന്ത് ഓർ ഇയർ. ഇത് എവിടാണ്? പിന്നെ അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ട്. മറ്റ് മരുന്നുകളെ പോലല്ല ഈ മരുന്നിന് എന്ത് ചെയ്യാം? മറ്റു മരുന്നിനെ പോലല്ല ഇതിന് നമ്മൾ സാധാ രീതിയിലല്ല, ഇതൊരു സർജിക്കൽ പ്രൊസീജിയർ വഴി വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? നമ്മുടെ ബോഡിയിൽ വെക്കാനായിട്ട്, അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനായിട്ട്.
placed under the skin or inserted subcutaneously by a means of a minor surgical operation. മേജർ ഓപ്പറേഷൻ അല്ല, എന്നാലും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മെഡിക്കൽ സൂപ്പർവിഷനിൽ ഒരു സർജറിയിലൂടെയാണ് ഈ ഇംപ്ലാന്റ് നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യേണ്ടത്, വെക്കേണ്ടത്. ഇംപ്ലാന്റ് ഇനി ഏറ്റവും പ്രത്യേകത നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സെന്റൻസിൽ തന്നെ പറഞ്ഞു, ലോങ് ആക്ടിങ് ആണ്. കൂടാതെ സ്റ്റെറൈൽ എന്നുള്ളൊരു വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ നമ്മുടെ ബോഡിന്റെ ഉള്ളിൽ ഇരിക്കുന്ന സാധനമാണ്. അപ്പൊ ഇറ്റ് ഷുഡ് ബി സ്റ്റെറൈൽ. അത് ഒരു വിട്ടുവീഴ്ചയും പാടില്ല അതിനകത്ത്. ഇംപ്ലാന്റ് മസ്റ്റ് ബി സ്റ്റെറൈൽ ആൻഡ് പാക്ഡ് ഇൻഡിവിജ്വലി ഇൻ സ്റ്റെറൈൽ കണ്ടീഷൻ and contains rate controlling excipients and mainly employed to administer hormones. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഹോർമോണുകളെല്ലാം പലതരത്തിലുള്ള ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പീസിലൊക്കെയാണ് നമ്മൾ ഇംപ്ലാന്റ്സുകൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഡെപ്പോട്ട്, മെഡ്രോക്സി, പ്രൊജസ്ട്രോൺ, അസറ്റേറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് കോൺട്രാസെപ്റ്റീവ്സിന്റെ ടോപ്പിക്സിലൊക്കെ. സോ ഇതൊക്കെ ഇംപ്ലാന്റുകൾക്ക് എക്സാമ്പിൾ ആണ്. സ്റ്റെറൈൽ പ്രിപ്പറേഷൻസ് ആണ്, ലോങ് ആക്ടിങ് ആണ്. കൂടാതെ മെയിൻലി യൂസ് ചെയ്യുന്നത് എന്ത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനായിട്ടാണ്, ഹോർമോൺസ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനാണ്. അടുത്തത് വജൈനൽ ടാബ്ലറ്റ്സ് നോക്കാം. അൺകോട്ടഡ് ബുള്ളറ്റ് ഷേപ്ഡ് അല്ലെങ്കിൽ ഒവോയ്ഡ് ടാബ്ലറ്റ്. ഷേപ്പ് വ്യത്യാസം വന്നു അല്ലെ, ഡിസ്ക് ഷേപ്പ്, കോൺവെക്സ് ഷേപ്പ് ഒന്നും അല്ല. വജൈനൽ ടാബ്ലറ്റ്സിന്റെ ഷേപ്പ് എന്താണ്, അൺകോട്ടഡ് ബുള്ളറ്റ് ഷേപ്ഡ് ഓർ ഒവോയ്ഡ് ടാബ്ലറ്റ് ആണ്. മെയിൻലി ഡിസൈൻഡ് ടു ഡിസോൾവ് ഇൻ ദി വജൈനൽ cavity and used to release medicament to provide local pharmacological effect and for systemic absorption. വജൈനൽ ടാബ്ലറ്റിന് രണ്ട് ഉപയോഗമുണ്ട്. അതായത് ലോക്കൽ ഫാർമക്കോളജിക്കൽ ആക്ഷൻ പ്രൊവൈഡ് ചെയ്യാനും വജൈനൽ ടാബ്ലറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. കൂടാതെ സിസ്റ്റമിക് അബ്സോർപ്ഷനും സാധ്യമാകും. ഷേപ്പ് എന്താണ്, ഒവോയ്ഡ് ഷേപ്പ് അല്ലെങ്കിൽ ബുള്ളറ്റ് ഷേപ്ഡ് ആണ്. വജൈനൽ ക്യാവിറ്റിയിലാണ്. നമ്മൾ അതർ ദാൻ റൂട്ട് എന്ന് പറഞ്ഞു, ഓറൽ ക്യാവിറ്റിക്കകത്ത് പെടുന്നില്ല. അതർ ദാൻ റൂട്ട്സിലാണ് ഈ ഇംപ്ലാന്റും വജൈനൽ ടാബ്ലറ്റ്സും വരുന്നത്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ, ടാബ്ലറ്റ്സ് ടു പ്രിപ്പയർ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അതിൽ വരുന്നതാണ് എഫർവെസന്റ് ടാബ്ലറ്റ്സ്, ഹൈപ്പോഡെർമിക് ടാബ്ലറ്റ്സ്, ഡിസ്പെൻസിങ് ടാബ്ലറ്റ്സ് ആൻഡ് ടാബ്ലറ്റ് ടിച്ചുറേറ്റ്സ്. ഓക്കെ, ഏതൊക്കെയാണ്? എഫർവെസൻസ്, ഹൈപ്പോഡെർമിക്, ഡിസ്പെൻസിങ്, ടാബ്ലറ്റ് ടിച്ചുറേറ്റ്സ് അല്ലെങ്കിൽ മറ്റൊരു പേരും കൂടെ ഒന്ന് ഓർത്തിരിക്കുക, മോൾഡഡ് ടാബ്ലറ്റ്സ്. ഓരോന്നും എന്താന്ന് നോക്കാം. ആദ്യമേ എഫർവെസന്റ് ടാബ്ലറ്റ്സ്, ഇത് എല്ലാവർക്കും അറിയായിരിക്കും. എന്തായിരിക്കും എഫർവെസന്റ് ടാബ്ലറ്റ്സിന് അങ്ങനെ പേര് വരാൻ കാര്യം എന്താണ്? അത് നമ്മുടെ സൊല്യൂഷനിലോട്ട് ആഡ് ചെയ്യുമ്പോൾ തന്നെ അതിൽ നിന്ന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? എഫർവെസൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ദേ ആർ അൺകോട്ടഡ് ടാബ്ലറ്റ്സ് ദാറ്റ് കണ്ടെയ്ൻ ദ ഫോളോയിങ് ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ്. അതും ഇമ്പോർട്ടന്റ് ആണ്. എഫർവെസന്റ് ടാബ്ലറ്റ്സിൽ എന്തുള്ളത് കൊണ്ടാണ് ആ ഒരു എഫർവെസൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതെന്നും കൂടെ അറിഞ്ഞിരിക്കുക. സോ പ്രധാനമായിട്ടുള്ളത് ടാർട്ടാറിക് ആസിഡ് ഉണ്ടാകും, സോഡിയം ബൈകാർബണേറ്റും ഉണ്ടാകും. So when dropped into water, tablet react with water and release the carbon dioxide and producing an effervescence leading to disintegration. ആ എഫർവെസൻസിലൂടെ അവിടെ എന്താ സംഭവിക്കുന്നത്? ആക്ച്വലി ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യാണ് ടാബ്ലറ്റ്. നമ്മൾ ടാബ്ലറ്റ് പൊട്ടിച്ച് ഒരു ഗ്ലാസ് വാട്ടറിലോട്ട് ആഡ് ചെയ്ത് അല്ലെങ്കിൽ പറഞ്ഞ എമൗണ്ട് വാട്ടറിലോട്ട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു എഫർവെസൻസ് പ്രൊഡ്യൂസ് ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു എഫർവെസൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ടാബ്ലറ്റിന് എന്ത് സംഭവിച്ചു? ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്തു. ഇതിലെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് ആണ് സോഡിയം ബൈകാർബണേറ്റും കൂടാതെ ഏതെങ്കിലും ഓർഗാനിക് ആസിഡ്, എക്സാമ്പിൾ ടാർട്ടാറിക് ആസിഡ്. ഇനി അടുത്ത ഡിസ്പെൻസിങ് ടാബ്ലറ്റ് ആണ് നോക്കുന്നത്. They contains a large amount of highly potent active pharmaceutical ingredient and they should be added to a given volume of water and great care should be taken in packaging and labeling and these tablets are readily dispensed into liquids. ഡിസ്പെൻസിങ് ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഹൈലി പൊട്ടന്റ് ആയിട്ടുള്ള ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റ് ആണ്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഹൈലി പൊട്ടന്റ് ആയിട്ടുള്ള ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റ് ആണ് ഡിസ്പെൻസിങ് ടാബ്ലറ്റിനകത്ത് ഉണ്ടാവുക. ഇനി നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന അളവിൽ, ആ പാക്കേജിൽ പറഞ്ഞിരിക്കുന്ന അളവിലുള്ള വോളിയം ഓഫ് വാട്ടറിലോട്ട് ഇതെന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിന്റെ പാക്കേജിങ് ആൻഡ് ലേബലിംഗിന്റെ ടൈമിൽ. അടുത്തത് ഹൈപ്പോഡെർമിക് ടാബ്ലറ്റ്സ്. ഇപ്പൊ ഫസ്റ്റ് എഫർവെസൻസ് കഴിഞ്ഞു, ഡിസ്പെൻസിങ് ടാബ്ലറ്റ് കഴിഞ്ഞു. നെക്സ്റ്റ് ഈസ് ഹൈപ്പോഡെർമിക് ടാബ്ലറ്റ്. സോഫ്റ്റ് readily soluble tablets composed with the drugs that are water soluble and they are dissolved in sterile water or water for injection and administered via parenteral route. ഇപ്പൊ നമുക്ക് കിട്ടുമ്പോൾ ടാബ്ലറ്റ് ഫോമിലായിരിക്കും, സോഫ്റ്റ് ആയിരിക്കും, സോലുബിൾ ആയിരിക്കും. ഇതിനെ നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന പ്രത്യേകിച്ചും
ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാട്ടർ അല്ല, കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെറൈൽ വാട്ടറോ അല്ലെങ്കിൽ വാട്ടർ ഫോർ ഇഞ്ചക്ഷനിലോട്ടായിരിക്കും ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. പ്രിപ്പയർ ചെയ്തിട്ട് പിന്നെ നമ്മളത് പാരന്റൽ റൂട്ട് വഴിയാണ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പാരന്റൽ ഫോം അല്ല വരുന്നത്, ടാബ്ലറ്റ് ഫോമിലാണ് വരുന്നത്. ടാബ്ലറ്റ് ഫോമിലുള്ള ഡ്രഗിനെ നമ്മൾ സ്റ്റെറൈൽ വാട്ടർ ഫോർ ഇഞ്ചക്ഷനിലോ അല്ലെങ്കിൽ സ്റ്റെറൈൽ വാട്ടറിലോ സോലുബിലൈസ് ചെയ്യിപ്പിച്ച് എന്ത് ചെയ്യണം, പിന്നെ പാരന്റൽ ഫോമിൽ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യണം. അതാണ് ഹൈപ്പോഡെർമിക് ടാബ്ലറ്റ്. നെക്സ്റ്റ് ഈസ് ടാബ്ലറ്റ് ടിച്ചുറേറ്റ്സ്, അല്ലെങ്കിൽ മറ്റൊരു പേരെന്താ പറഞ്ഞത്, മോൾഡഡ് ടാബ്ലറ്റ്സ് അല്ലെ. സോ ടാബ്ലറ്റ് ടിച്ചുറേറ്റ്സ് ആർ സ്മോൾ സിലിണ്ടറിക്കൽ മോൾഡഡ് ഓർ കംപ്രസ്ഡ് ടാബ്ലറ്റ്സ്. ദേ യൂഷ്വലി കണ്ടെയ്ൻ എ പൊട്ടന്റ് ഡ്രഗ്. ഇതിലും പൊട്ടന്റ് ആയിട്ടുള്ള ഡ്രഗ് ആയിരിക്കും ഉണ്ടാവുക ടാബ്ലറ്റ് ടിച്ചുറേറ്റ്സിനകത്ത്. ഇതോടൊപ്പം നമ്മൾ ആഡ് ചെയ്യുന്ന എക്സിപ്പിയൻസ് ഏതൊക്കെയാണ്, ലാക്ടോസ്, സൂക്രോസ് ഓർ എനി സ്യൂട്ടബിൾ ഡൈലുവന്റ്. ആൻഡ് ഈ ടാബ്ലറ്റ് ടിച്ചുറേറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് സ്പെഷ്യൽ മോൾഡിലാണ്. അതുകൊണ്ടാണ് ഇതിനെ മോൾഡഡ് ടാബ്ലറ്റ് എന്നും കൂടെ. മറ്റ് ടാബ്ലറ്റ്സിനൊന്നും യൂസ് ചെയ്യുന്ന മോൾഡ് അല്ല, സ്പെഷ്യൽ മോൾഡ് യൂസ് ചെയ്തിട്ടാണ് ടാബ്ലറ്റ് ടിച്ചുറേറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഇത്രയും ക്ലാസിഫിക്കേഷൻ എന്തിലാണ് വരുന്നത്, ടാബ്ലറ്റ്സ് പ്ലേസ്ഡ് അതർ റൂട്ട്സിലാണ് വരുന്നത് അല്ലെ. ഏതൊക്കെ വരുന്നുണ്ട്, ഹൈപ്പോഡെർമിക് ടാബ്ലറ്റ്സ്, ടാബ്ലറ്റ് ടിച്ചുറേറ്റ്സ് വരുന്നുണ്ട്, അതേപോലെ തന്നെ വജൈനൽ ടാബ്ലറ്റ്സും വരും. ഇതാ നമ്മൾ പിക്ചറിൽ കാണിച്ചിരിക്കുന്നതാണ്. ഫസ്റ്റ് വൺ ഈസ് എഫർവെസൻസ് ടാബ്ലറ്റ്. കണ്ടോ, ആ പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് വാട്ടറിലോട്ട് ആഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വാട്ടറിലോട്ട് ആഡ് ചെയ്തപ്പോൾ കണ്ടോ അതിൽ എഫർവെസൻസ് പ്രൊഡ്യൂസ് ചെയ്തത്, കാർബൺ ഡൈ ഓക്സൈഡിന് റിലീസ് ഉണ്ടാവുകയും അതിലൂടെ ടാബ്ലറ്റ് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യുകയും ചെയ്തു. ഹൈപ്പോഡെർമിക് ടാബ്ലറ്റ്സ് നമ്മൾ പറഞ്ഞിരിക്കുന്ന സൊല്യൂഷനിലോട്ട് അല്ലെങ്കിൽ സ്റ്റെറൈൽ വാട്ടർ ഫോർ ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ വാട്ടർ ഫോർ ഇഞ്ചക്ഷനിലോട്ട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ അത് എന്തായി മാറും, സൊല്യൂഷൻ ആയിട്ട് മാറും. പിന്നെ ഒരു സിറിഞ്ചിന്റെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുന്നത്, പാരന്റലി അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നു. ഇതാ നോക്കൂ, ലാസ്റ്റത്തെ മോൾഡ് കണ്ടോ, ടാബ്ലറ്റ് ടിച്ചുറേറ്റ്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ മോൾഡുകളാണ്. അതായത് ഹൈലി പൊട്ടന്റ് ആയിട്ടുള്ള ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇന്ത്യൻ്റെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. അപ്പം ഇത്രയാണ് നമ്മുടെ ടാബ്ലറ്റ്സ് എന്താന്നുള്ള ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്. അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആ ടൈപ്സിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പൊ സബ്ലിംഗ്വൽ എന്നുള്ളത് എന്താണ്, ഏത് കാറ്റഗറി വരുന്നതാണ്, അതേപോലെ ചൂവബിൾ ടാബ്ലറ്റ് ഏത് കാറ്റഗറി വരുന്നതാണ്, ഡിസിൻറ്റിഗ്രേറ്റിംഗ് ഏജന്റ് ആവശ്യമില്ലാത്ത ടാബ്ലറ്റ് പ്രിപ്പറേഷൻ ഏതാണ്, എൻഡറി കോട്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എവിടെ സോലുബിൾ ആയിരിക്കണം, ആസിഡിക് മീഡിയത്തിൽ ഇൻസോലുബിൾ ആകണം, അതോടൊപ്പം തന്നെ ആൽക്കലൈൻ മീഡിയത്തിൽ സോലുബിൾ ആവുകയും ചെയ്യണം. പിന്നെ പ്രൊലോങ്ഡ് ആക്ഷൻ ആവശ്യമുള്ള കേസുകൾ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണ്, ഹോർമോൺസിനെ ഡെലിവർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ്, ഒരു അത് ഇംപ്ലാന്റ് ആണ്, സർജിക്കൽ ഓപ്പറേഷൻസിലൂടെ, മൈനർ സർജിക്കൽ ഓപ്പറേഷൻസിലൂടെ ഉപയോഗിക്കേണ്ട ടാബ്ലറ്റ് ഏതാണ്, ഇംപ്ലാന്റ്സ് ആണ്. കാര്യങ്ങളൊക്കെ അവിടെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത നമുക്ക് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് എക്സിപ്പിയൻസ് എന്ന് പറയുന്ന ഏരിയ. അത് നമുക്ക് നോക്കാം. ആദ്യമേ നമ്മൾ എന്താണ് എക്സിപ്പിയൻസ് അല്ലെങ്കിൽ അഡിറ്റീവ്സ് എന്നുള്ളത് ഫസ്റ്റ് സ്ലൈഡിൽ തന്നെ പറഞ്ഞിരുന്നു. They are the substance other than the pharmacological active drug. അതിലുള്ള ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റ് കൂടാതെ എന്തൊക്കെയോ ചേരുന്നു, അതെല്ലാം എന്താണ്, എക്സിപ്പിയൻസ് ആണ്. ഹെൽപ്സ് ദ ഡ്രഗ് ടു എക്സേർട്സ് ഇറ്റ്സ് ആക്ഷൻ അറ്റ് റിക്വയർഡ് ലൊക്കേഷൻ. എക്സിപ്പിയൻസും കൂടെ ചേർന്നാൽ മാത്രമേ ഈ ഡ്രഗിന് കൃത്യസ്ഥലത്ത് കൃത്യമായിട്ട് ആ മരുന്നിന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഡെലിവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ആൾസോ ഇറ്റ് കീപ്സ് ദ ഡ്രഗ് ഫ്രം ബീങ് റിലീസ്ഡ് ഏർലി. അതായത് എവിടെയാണോ അതിന്റെ എക്സാക്ട് ലൊക്കേഷൻ എത്തുന്നേക്കാൾ മുമ്പ് ഡ്രഗിനെ റിലീസ് ചെയ്യിക്കാതെ ആ പർട്ടിക്കുലർ സ്ഥലത്ത് എത്തുമ്പോൾ മാത്രം, ഇപ്പം എൻഡറി കോട്ടഡ് ടാബ്ലറ്റ്സിനകത്ത് എൻഡറി കോട്ടിംഗ് മെറ്റീരിയൽ ഉള്ളതുകൊണ്ടാണ് അതിന് GIT റിലീസ് ആകാതെ ഇൻഡസ്ട്രിയിൽ എത്തുമ്പോൾ മാത്രമേ ഓപ്പൺ ആകാൻ പറ്റുന്നുള്ളൂ. അപ്പൊ ആ എക്സിപ്പിയൻസിന്റെ കഴിവ് അവിടെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ സം മേ ഹെൽപ്പ് ഇൻ പ്രൊട്ടക്ടിങ് ദ പ്രൊഡക്റ്റ് സ്റ്റെബിലിറ്റി, ടേസ്റ്റ്, ബെറ്റർ ലുക്ക്, ബെറ്റർ ഇംപ്രൂവ് patient compliance and also to break into small pieces. എക്സിപ്പിയൻസ് ആഡ് ചെയ്യുന്ന വഴി ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പിയറൻസ് കൂട്ടാൻ പറ്റുന്നു, സ്റ്റെബിലിറ്റി കൂട്ടാൻ പറ്റുന്നു, ടേസ്റ്റിൽ വ്യത്യാസം വരുത്താൻ പറ്റുന്നു. ഡിസിൻറ്റിഗ്രേറ്റിംഗ് ഏജൻസ് പോലുള്ള എക്സിപ്പിയൻസ് ടാബ്ലറ്റ്സിനെ ചെറിയ സ്മോളർ പീസ് ആക്കി മാറ്റാൻ പറ്റുന്നു. ഈ ടേസ്റ്റും അതേപോലെ ഓർഡർ ഒക്കെ ഇംപ്രൂവ് ആകുന്ന വഴി പേഷ്യൻസിന്റെ കംപ്ലൈൻസും ഇംപ്രൂവ് ആകുന്നു. ഇതാണ് ടൈപ്സ് ഓഫ് എക്സിപ്പിയൻസ്. നമ്മൾ ടൈപ്സ് ഓഫ് ടാബ്ലറ്റ് പറഞ്ഞില്ലേ, ടാബ്ലറ്റ് ഇൻജസ്റ്റഡ് ഓറലി, ഇൻ ഓറൽ കാവിറ്റീസ്, അതർ റൂട്ട്സ് എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ എക്സിപ്പിയൻസിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കിക്കേ. ഫസ്റ്റ് വൺ ഈസ് ചിലേറ്റിംഗ് ഏജൻസ്, സെക്കൻഡ് വൺ ഈസ് ആന്റി ഓക്സിഡൻസ്, തേർഡ് വൺ ഈസ് ബഫേഴ്സ്. ബഫേഴ്സ് ഒക്കെ ആഡ് ചെയ്യുന്നത് എന്തിനായിരിക്കും, pH കൺട്രോൾ ചെയ്യാനായിട്ടാണ് അല്ലെ. ഡിസൊല്യൂഷൻ എൻഹാൻസേഴ്സ്, ഡിസിൻറ്റഗ്രേഷൻ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് ഡിസൊല്യൂഷൻ. അത് എൻഹാൻസ് ചെയ്യാനുള്ള ഏജൻസ് ഉണ്ട്. പിന്നെ ഡിസൊല്യൂഷൻ റിട്ടാർഡൻസ് ഉണ്ട്, അബ്സോർബൻസ് ഉണ്ട്, ആന്റി അഡ്ഹസീവ്സ് ഉണ്ട്.
ഗ്ലൈഡൻസ് ഉണ്ട്, അത് ഫ്ലോ പ്രോപ്പർട്ടി കൂട്ടാനാണ്. കളറൻസ് ഉണ്ട്, ഫ്ലേവേഴ്സ് ഉണ്ട്, സ്വീറ്റ്നെസ് ഉണ്ട്, ലൂബ്രിക്കൻസ് ഉണ്ട്, പ്രിസർവേറ്റീവ്സ് ഉണ്ട് ആൻഡ് ബൈൻഡേഴ്സ്. ഈ ഗ്രാനുൾ ഫോമിൽ ഇരിക്കുന്ന ഈ സാധനത്തിനെല്ലാം ഒരുമിച്ച് ബൈൻഡ് ചെയ്ത് നിർത്താൻ സഹായിക്കുന്നവയാണ് ബൈൻഡേഴ്സ് അല്ലെങ്കിൽ അഡ്ഹസീവ്സ് അല്ലെങ്കിൽ അഡ്സോർബൻസ് എന്നൊക്കെ പറയുന്നവ. സോ ദീസ് ആർ ദി മേജർ ടൈപ്പ് ഓഫ് എക്സിപ്പിയൻസ്. ജസ്റ്റ് എക്സിപ്പിയൻസിന്റെ പേര് മാത്രം പറഞ്ഞിട്ട് പോയാൽ പോരാ, ഓരോന്നിന്റെ ഉപയോഗവും എക്സാമ്പിളും ആണ് ഇമ്പോർട്ടന്റ്. നമുക്ക് ആദ്യമേ ഡൈല്യൂവൻസ് എന്താന്ന് നോക്കാം. ആൾസോ നോൺ ആസ് ഫില്ലേഴ്സ് ഓർ ബൾക്കിംഗ് ഏജന്റ്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഡൈല്യൂവൻസിന് വിളിക്കുന്ന മറ്റ് രണ്ട് പേര് എന്തൊക്കെയാണ്? ഫില്ലേഴ്സും ബൾക്കിംഗ് ഏജന്റും. എന്താണ് ഈ ഫില്ലേഴ്സ്? എന്താണ്? ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റ് വളരെ കുറച്ചേ കാണത്തുള്ളൂ. അത് വെച്ചൊരു ടാബ്ലറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ അതിനകത്ത് എന്ത് ചെയ്യും? ബാക്കി മാസ് എന്താക്കും? ഡൈലുവൻസ് ആക്കും. യൂസ് ഫോർ മേക്കിംഗ് അപ്പ് ഓഫ് എ റിക്വയർഡ് ബൾക്ക് ഓഫ് എ ടാബ്ലറ്റ്. ഒരു മിനിമം ഒരു എമൗണ്ട് വേണമല്ലോ ഒരു ടാബ്ലറ്റ് എന്ന് പറയുമ്പോൾ, തീരെ ചെറുതാകാൻ പാടില്ലല്ലോ. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റ് തീരെ കുറവാണെങ്കിൽ, അത്രയും ആവശ്യമുള്ളെങ്കിൽ പിന്നെ ബാക്കി നമ്മൾ എന്താണ് ആഡ് ചെയ്യുന്നത്? ഈ പറഞ്ഞ ഡൈലുവന്റ് അല്ലെങ്കിൽ ഫില്ലേഴ്സ് അല്ലെങ്കിൽ ബൾക്കിംഗ് ഏജന്റ് ആഡ് ചെയ്തിട്ടാണ് ആ ഒരു ബൾക്കിനെസ് നമ്മൾ എന്ത് ചെയ്യിക്കുന്നത്? ഫീൽ ചെയ്യിക്കുന്നത്. ആൻഡ് മോസ്റ്റ്ലി യൂസ്ഡ് വെൻ ഡോസ് ഓഫ് ഡ്രഗ് ഈസ് ടു സ്മോൾ ടു ഫോർവേഡ് ആസ് എ ടാബ്ലറ്റ്. അത് ഞാൻ പറഞ്ഞു ഓൾറെഡി. ടാബ്ലറ്റിന്റെ അകത്തിരിക്കുന്ന ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റ് അളവ് എന്ന് പറയുന്നത് വളരെ കുറവാണ്, തീരെ കുറവാണ്. അപ്പൊ അങ്ങനെ വരുന്ന കേസുകളിലാണ് നമ്മൾ ഡൈലുവന്റ് അല്ലെങ്കിൽ ഫില്ലേഴ്സ് അല്ലെങ്കിൽ ബൾക്കിംഗ് ഏജന്റുകളുടെ ആവശ്യം തേടുന്നത്. ഇഫ് ദ ഡോസ് ഈസ് ഹൈ, ബൾക്കിംഗ് ഏജന്റ്സ് ആർ അവോയ്ഡഡ്. എല്ലാ ടാബ്ലറ്റ് ഉണ്ടാക്കുമ്പോഴും ബൾക്കിംഗ് ഏജന്റ് അല്ലെങ്കിൽ ഫില്ലേഴ്സ് അല്ലെങ്കിൽ ആഡ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, ഡൈലുവൻസ് ആഡ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഈ കേസിൽ അതായത് ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റ് തീരെ കുറഞ്ഞ അളവിലേ ചേർക്കുന്നുള്ളൂ എന്നുള്ളൊരു അവസ്ഥ വരുമ്പോൾ മാത്രമേ നമ്മളത് ഉപയോഗിക്കേണ്ടതുള്ളൂ. അല്ലാത്ത പക്ഷം ഇപ്പം ഡോസ് ഹൈ ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ബൾക്കിംഗ് ഏജന്റിന്റെ അല്ലെങ്കിൽ ഫില്ലേഴ്സിന്റെയോ ഡൈലുവന്റിന്റെ ആവശ്യം വരുന്നില്ല. ഇനി ഈ ഡൈലുവന്റ് ആയിട്ട് എല്ലാവരും ഉപയോഗിക്കാൻ പറ്റൂ? ഇല്ല. അവിടെയുണ്ട് കുറെ പ്രോപ്പർട്ടീസ് നമ്മൾ ശ്രദ്ധിക്കണം. ഫിസിയോളജിക്കലി ഇനേർട്ട് ആയിരിക്കണം. മരുന്നിന്റെ എഫക്റ്റ് മരുന്ന് മാത്രമേ തരാവുള്ളൂ. അതിൽ ആഡ് ചെയ്യുന്ന എക്സിപ്പിയൻസ് ഒന്നും ഫാർമക്കോളജിക്കൽ എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. അവർക്ക് ജസ്റ്റ് ഇനേർട്ട് ആയിട്ട് ഇരിക്കുക എന്നുള്ള ജോലി മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് ഡൈലുവന്റിന്റെ അല്ലെങ്കിൽ ഫില്ലേഴ്സിന്റെയും പറ്റുള്ളൂ. ദേ ഷുഡ് ബി ഫാർമക്കോളജിക്കലി ഇനേർട്ട്. കൂടാതെ നോൺ ടോക്സിക് ആയിരിക്കണം. നമ്മളൊരു അസുഖം മാറാൻ വേണ്ടിയിട്ടാണ് മരുന്ന് കഴിക്കുന്നത് അല്ലെ? അപ്പൊ അതിലുള്ള ഇൻഗ്രീഡിയന്റ് തന്നെ നമ്മൾ ടോക്സിക് ആണെങ്കിലോ പിന്നെയും പ്രശ്നമാകും. സോ ഇതിലുള്ള ഇൻഗ്രീഡിയന്റ് എന്തായിരിക്കണം? ഫില്ലേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഡൈലുവന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയന്റ് എല്ലാം എന്തായിരിക്കണം? നോൺ ടോക്സിക് ആയിരിക്കണം. ഫിസിക്കലി ആൻഡ് കെമിക്കലി സ്റ്റേബിൾ. ഫിസിയോളജിക്കലി ഇനേർട്ട് ആയിരിക്കണം എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഫിസിക്കലിയും കെമിക്കലിയും എന്തുണ്ടാവണം? സ്റ്റെബിലിറ്റി ഉണ്ടാവണം. കാരണം ഈ ഒരു ടാബ്ലറ്റ് എന്ന് പറയുന്നത് പല pH കണ്ടീഷനിലൂടെ നമ്മുടെ ബോഡിയിൽ പോകേണ്ടതാണ് അല്ലെ? നമ്മുടെ സ്റ്റൊമക്കിൽ എത്തിക്കഴിയുമ്പോൾ അസിഡിക് pH, ഇൻഡസ്ട്രിയിൽ എത്തിക്കഴിയുമ്പോൾ ആൽക്കലൈൻ pH, ഈ ഒരു കണ്ടീഷൻസ് ഒക്കെ സർവൈവ് ചെയ്യാനായിട്ടുള്ള ഫിസിക്കൽ ആൻഡ് കെമിക്കൽ സ്റ്റെബിലിറ്റി ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഈസിലി അവൈലബിൾ ആയിരിക്കണം, ഫ്രീ ഫ്രം മൈക്രോബിയൽ കണ്ടാമിനേഷൻ ആൻഡ് ദേ ഡു നോട്ട് അഫക്ട് ദി ബയോ അവൈലബിലിറ്റി ഓഫ് ദ ഡ്രഗ്. ഞാൻ പറഞ്ഞില്ലേ ഫിസിയോളജിക്കലി ഇനേർട്ട് എന്ന് പറഞ്ഞാൽ അതും ഉൾപ്പെടും. കാരണം ഈ ഒരു ഫില്ലർ അല്ലെങ്കിൽ ഡൈലുവന്റ് ചേർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഡ്രഗിന്റെ ബയോ അവൈലബിലിറ്റി, അതായത് ഡ്രഗ് എപ്പം നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷനിൽ എത്തുന്നു എന്നുള്ള ടൈമിൽ വേരിയേഷൻ ഒന്നും വരാൻ പാടില്ല. ഡൈലുവൻസ് ക്യാൻ ബി ഓഫ് ഫോളോയിങ് ടൈപ്പ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഡൈലുവൻസിന്റെ എക്സാമ്പിൾ ലാക്ടോസ്, സ്പ്രേ ഡ്രൈഡ് ലാക്ടോസ്, മനിറ്റോൾ, ഡെക്സ്ട്രോസ്, സ്റ്റാർച്ച്, സോർബിറ്റോൾ, സൂക്രോസ് ആൻഡ് മൈക്രോ ക്രിസ്റ്റലൈൻ സെല്ലോസ്. മൈക്രോ ക്രിസ്റ്റലൈൻ സെല്ലോസ് അല്ലെങ്കിൽ മറ്റൊരു പേരെന്ന് ഓർത്തു വെച്ചിരിക്കുക, ബ്രാൻഡ് നെയിം അവിസെൽ ആണ് കേട്ടോ. അത് എക്സാം ചോദിച്ചിട്ടുണ്ട്, എന്താണ് അവിസെൽ എന്നുള്ളത്. എന്താണ് അവിസെൽ? മൈക്രോ ക്രിസ്റ്റലൈൻ സെല്ലോസ് ആണ്. നമുക്കിനി ഓരോന്നായിട്ട് നോക്കാം. ഇപ്പൊ പറഞ്ഞത് ഡൈലുവൻസ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഫില്ലേഴ്സ് അല്ലെങ്കിൽ ബൾക്കിംഗ് ഏജന്റ് എന്ന് പറഞ്ഞു. ഉപയോഗിക്കേണ്ട സമയം എപ്പോഴാന്ന് പറഞ്ഞു. അതിന് വേണ്ടുന്ന ഉപയോഗിക്കുവാണെങ്കിൽ തന്നെ അതിന് വേണ്ടുന്ന ഐഡിയൽ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാന്ന് പറഞ്ഞു. കുറച്ച് എക്സാമ്പിൾസും പറഞ്ഞു. ഇനി ഓരോ എക്സാമ്പിൾസിനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് നോക്കാം. ആദ്യത്തത് ലാക്ടോസ് ആണ്. ലാക്ടോസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു ഡൈലുവന്റ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലാക്ടോസ് ആണ്. ഇനി ലാക്ടോസ് നമുക്ക് രണ്ട് ഫോമിൽ അവൈലബിൾ ആണ്. ഹൈഡ്രസ് ഫോമിലും അവൈലബിൾ ആണ്, അൺഹൈഡ്രസ് ഫോമിലും അവൈലബിൾ ആണ്. പ്രിഫേർഡ് ബിക്കോസ് ഓഫ് പ്ലസന്റ് ടേസ്റ്റ്, readily dissolve in water, low cost and less disintegration time. എന്തുകൊണ്ടാണ് ലാക്ടോസിന് ഇത്രയും പോപ്പുലാരിറ്റി കിട്ടി അല്ലെങ്കിൽ വൈഡ്ലി യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, ഒന്ന് അതിന്റെ പ്ലസന്റ് ടേസ്റ്റ്, മറ്റൊന്ന് വെള്ളത്തിൽ റെഡിലി ഡിസോൾവ് ചെയ്യുന്നത് കൊണ്ട്, മൂന്ന് അതിന്റെ ലോ കോസ്റ്റ് കൊണ്ട്, അടുത്തത് അതിന്റെ ലെസ് ഡിസിന്റഗ്രേഷൻ ടൈം കൊണ്ട്.
പിന്നെ ഇത്രയും അഡ്വാൻറ്റേജ് പറയുന്നുണ്ടെങ്കിലും ലാക്ടോസിനെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് അണ്ടർഗോ ഡിസ്കളറേഷൻ when it comes in contact with amine drugs. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഇമ്പോർട്ടന്റ് ആണ് ഇത്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഒരു കാരണവശാൽ അതിൽ യൂസ് ചെയ്യുന്ന ഡൈലുവന്റ് അല്ലെങ്കിൽ ബൾക്കിംഗ് ഏജന്റിന് ഒരു ഇനേർട്ട് നേച്ചറെ കാണാവുള്ളൂ. ഒരു തരത്തിലുള്ള റിയാക്ഷൻ കെമിക്കലിയും ഫിസിക്കലിയും ഒക്കെ കോമ്പാക്റ്റബിൾ ആയിരിക്കണം എന്ന് പറഞ്ഞു അല്ലെ. പക്ഷേ ഈ ലാക്ടോസിന് ഒരു പ്രശ്നമുണ്ട്. ലാക്ടോസ് അമീൻ കണ്ടെയ്നിങ് ഡ്രഗ്സും ആയിട്ട് ചേർന്നാൽ ഒരു ഡിസ്കളറേഷൻ ഉണ്ടാക്കും. അതൊരു പ്രശ്നമാണ്. അപ്പൊ അത് ലാക്ടോസിനുണ്ട്. അതിന് നമ്മൾ മൈലാർഡ് റിയാക്ഷൻ എന്നാണ് പറയുന്നത്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു റിയാക്ഷൻ ആയിരിക്കും മൈലാർഡ് റിയാക്ഷൻ. അതൊന്ന് ഓർത്തു വെച്ചേക്കാം. ലാക്ടോസ് ആണ് നമ്മൾ അവിടെ ഫില്ലർ ആയിട്ട് അല്ലെങ്കിൽ ഡൈലൂന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അമീൻ കണ്ടെയ്നിങ് ഡ്രഗ്സ് അവിടെ ഉപയോഗിക്കാതിരിക്കുക. ഉപയോഗിച്ചാൽ ഡിസ്കളറേഷൻ വരും. അടുത്തത് സ്പ്രേ ഡ്രൈഡ് ലാക്ടോസ്. ഇപ്പൊ ലാക്ടോസ് തന്നെ പല ഫോമില, നമ്മള് ഹൈഡ്രസ് അൺഹൈഡ്രസ് ഫോം പറഞ്ഞില്ലേ, അതേപോലെ തന്നെ അടുത്തൊരു ഫോമാണ് സ്പ്രേ ഡ്രൈഡ് ലാക്ടോസ്. Can be used for direct compression due to its cohesive nature and good flow characteristic. In presence of moisture, they may undergo darkening. സ്പ്രേ ഡ്രൈഡ് ലാക്ടോസ് അപ്പൊ തന്നെ മനസ്സിലാക്കിക്കോണം, അതിൽ എന്തില്ല, മോയ്സ്ചർ കണ്ടന്റ് ഇല്ലാതെ നമ്മൾ അതിനെ എന്ത് ചെയ്യുക, ഡ്രൈഡ് ഫോമിലാക്കി വെച്ചിരിക്കുക. കാരണം മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടെങ്കിൽ ഇവ എന്ത്, they will undergo darkening. അതും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇപ്പൊ ലാക്ടോസിനെ ഉപയോഗിക്കാനുള്ള കാരണമായിട്ട് നമ്മൾ പറഞ്ഞത് പ്ലസന്റ് ടേസ്റ്റും റെഡിലി സോലബിൾ ഇൻ വാട്ടറും ലോ കോസ്റ്റും ലെസ് ഡിസിന്റഗ്രേഷൻ ടൈം ആണെങ്കിൽ സ്പ്രേ ഡ്രൈഡ് ലാക്ടോസിന്റെ കൊഹിസീവ് നേച്ചർ, എല്ലാ ഇങ്ങനെ ഒരുമിച്ചിരിക്കാൻ, ഒത്ത് കൂടിയിരിക്കാൻ, ലിങ്കിങ് പ്രോപ്പർട്ടി, ഗുഡ് ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സും ആണ് നമ്മൾ അതിനെ ഡൈലൂന്റ് അല്ലെങ്കിൽ ഫില്ലർ ആയിട്ട് യൂസ് ചെയ്യാനുള്ള കാരണം. അടുത്ത ലാക്ടോസ് പോലെ തന്നെ അടുത്തൊരു വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഡൈലുവന്റ് ആണ് മനിറ്റോൾ, പ്രത്യേകിച്ച് നമ്മുടെ ചൂവബിൾ ടാബ്ലറ്റിനകത്ത്. ഇനി ഇതിന്റെ പ്രത്യേകതകൾ നോക്കിക്കഴിഞ്ഞാൽ നോൺ ഹൈഗ്രോസ്കോപ്പിക് ആണ്, കൂടാതെ നോൺ കാർസിനോജനിക്കും ആണ്, പക്ഷെ എക്സ്പെൻസീവ് ആണ്. ഓക്കെ, ഇപ്പൊ മൂന്നെണ്ണം നമ്മൾ പറഞ്ഞു, ലാക്ടോസ്, സ്പ്രേ ഡ്രൈഡ് ലാക്ടോസ്, മനിറ്റോൾ. മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള ഏതാണ്, ലാക്ടോസ് ആണ്. മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഡൈലുവന്റിങ് ചൂവബിൾ ടാബ്ലറ്റ് ചോദിച്ചാൽ ഏതാണ്, അത് മനിറ്റോൾ ആണ്. മനിറ്റോളിന്റെ പ്രത്യേകത നോൺ ഹൈഗ്രോസ്കോപ്പിക് ആൻഡ് നോൺ കാർസിനോജനിക്, പക്ഷെ എന്താണ്, എക്സ്പെൻസീവ് ആണ്. സ്പ്രേ ഡ്രൈഡ് ലാക്ടോസിൽ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മോയ്സ്ചറിന്റെ പ്രസൻസിൽ എന്തിനുള്ള ചാൻസ് ഉണ്ട്, ഡാർക്കനിങ് നടക്കാനുള്ള ചാൻസ് ഉണ്ട്. ലാക്ടോസ് അമീൻ കണ്ടെയ്നിങ് ഡ്രഗ്സുമായിട്ട് ചേർന്ന് നടക്കുന്ന റിയാക്ഷൻ ഏതാണ്, മൈലാർഡ് റിയാക്ഷൻ എന്ന് വിളിക്കും. അതായത് when it comes in contact with amine drugs, it will undergo discoloration. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഡൈലുവന്റ് ആണ് ഡെക്സ്ട്രോസ്. അതും ലാക്ടോസ് പോലെ തന്നെ ഹൈഡ്രസ് ആൻഡ് അൺഹൈഡ്രസ് ഫോമിൽ അവൈലബിൾ ആണ്. When combined with a certain amount with spray dried lactose, darkening of spray dried lactose can be avoided. നമ്മൾ പറഞ്ഞു സ്പ്രേ ഡ്രൈഡ് ലാക്ടോസ് മോയ്സ്ചറിന്റെ പ്രസൻസിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു, ഡാർക്കൻ ചെയ്യുമെന്ന് പറഞ്ഞു അല്ലെ. ആ ഒരു അവസ്ഥ, ആ ഒരു കണ്ടീഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ എന്തിന്റെ കൂടെ കമ്പൈൻ ചെയ്താൽ മതി, ഡെക്സ്ട്രോസിന്റെ കൂടെ കമ്പൈൻ ചെയ്താൽ മതി. അടുത്ത പ്രധാനപ്പെട്ട ഒരു ഡൈലുവന്റ് അല്ലെങ്കിൽ ഫില്ലർ ആണ് വെരി ഒക്കേഷണലി യൂസ്ഡ് ഡൈലുവന്റ് ഫോർ ടാബ്ലറ്റ് മാനുഫാക്ചറിങ്. കാരണം സ്റ്റാർച്ച് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഡിസന്റഗ്രേറ്റിംഗ് ഏജന്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. വളരെ വളരെ ഒക്കേഷണലി, വെരി ഒക്കേഷണലി ആയിട്ട് മാത്രം നമ്മൾ സ്റ്റാർച്ചിന് എന്തായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്, ഡൈലുവന്റ് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ നമ്മൾ USP ഗ്രേഡ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫാർമക്കോപ്പിയ ഗ്രേഡ് ഓഫ് സ്റ്റാർച്ച് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്തിനാണ്, ഡ്യൂ ടു ഇറ്റ്സ് ഫ്രീ ഫ്ലോയിങ് പ്രോപ്പർട്ടി ആൻഡ് ഡയറക്റ്റ് കംപ്രസബിലിറ്റി. ഇപ്പം ഡൈലുവൻസിന്റെ എക്സാമ്പിൾ ഓർത്തിരുന്നോളൂ, ലാക്ടോസ്, മനിറ്റോള്, സ്പ്രേ ഡ്രൈഡ് ലാക്ടോസ്, ഡെക്സ്ട്രോസ്, വളരെ ഒക്കേഷണൽ ആയിട്ട് മാത്രം ഉപയോഗിക്കുന്ന സ്റ്റാർച്ച്. നെക്സ്റ്റ് വൺ ഈസ് സൂക്രോസ്. സൂക്രോസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതും നമുക്ക് ഡയറക്റ്റ് കംപ്രഷന്റെ സമയത്ത് ഡൈലുവന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നു. നെക്സ്റ്റ് ഈസ് മൈക്രോ ക്രിസ്റ്റലൈൻ സെല്ലോസ്. ഓൾറെഡി നമ്മൾ പറഞ്ഞെന്താണ്, മറ്റു പേരെന്താണ്, വിസൽ. അതും 2 ഗ്രേഡ്സിൽ അവൈലബിൾ ആണ്, പക്ഷെ എന്താണ്, എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് തന്നെ കോമ്പിനേഷനിൽ യൂസ് ചെയ്യാനേ നമ്മൾ ഉപയോഗിക്കാറുണ്ട് മൈക്രോ ക്രിസ്റ്റലൈൻ സെല്ലുലോസ്. ഇപ്പം ഡൈലുവൻസ് അഥവാ ഫില്ലേഴ്സ് അഥവാ ബൾക്കിംഗ് ഏജൻസ് ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്ക് ബൈൻഡേഴ്സ് നോക്കാം. വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് എക്സിപ്പിയന്റ് ഇൻ ടാബ്ലറ്റ് ഫോർമുലേഷൻ. ഇപ്പം ബൈൻഡേഴ്സ് അല്ലെങ്കിൽ ഫില്ലേഴ്സ് നമുക്ക് എപ്പോഴും വേണ്ടി വരുന്നുണ്ടോ, ഇല്ല. എന്താണ് കാരണം, നമ്മൾ ഉപയോഗിക്കുന്ന ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റിന്റെ അളവ് വളരെ കുറവാണെങ്കിൽ മാത്രമേ ഇപ്പൊ ഈ പറഞ്ഞ ഡൈലുവൻസ് അല്ലെങ്കിൽ ഫില്ലേഴ്സിന്റെ ആവശ്യം വരത്തുള്ളൂ. അതേപോലെ അല്ല ബൈൻഡർ എന്ന് പറയുന്നത്.
ഈ ടാബ്ലറ്റ് മാനുഫാക്ചറിംഗിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം ബൈൻഡേഴ്സ് ആണ്. അതിനും വിളിക്കുന്ന മറ്റൊരു പേരെന്ന് ഓർത്ത് വെച്ചോ, അഡ്ഹസീവ്സ് എന്നും വിളിക്കുന്നുണ്ട്. വെൻ മിക്സ്ഡ് വിത്ത് പൗഡർ ദേ ആർ യൂസ് ടു പ്രൊഡ്യൂസ് ഗ്രാനുൾസ്. ഈ ബൈൻഡേഴ്സ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഗ്രാനുൾസ് പ്രിപ്പയർ ചെയ്യുന്നത്. ആൻഡ് ദേ വിൽ എൻഹാൻസ് ദ ഫ്രീ ഫ്ലോയിങ് കപ്പാസിറ്റി ഓഫ് ഗ്രാനുൾസ് ഓഫ് ഡിസൈഡ് സൈസ് ആൻഡ് ഹാർഡ്നെസ്. പിന്നെ എല്ലാ കേസിലും നമ്മൾ ഒരേ ബൈൻഡർ യൂസ് ചെയ്യത്തില്ല. അത് ടൈപ്പിനനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ടാബ്ലറ്റിനനുസരിച്ചിട്ട് ബൈൻഡറിന്റെ സെലക്ഷനിൽ വ്യത്യാസം വരും. കാരണം വെച്ചാൽ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലോസഞ്ചസ് നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ത്രോട്ടിലൊക്കെ ആക്ഷൻ കിട്ടും, നമ്മുടെ സ്ട്രെപ്സിൽസ് വരുന്നത്. ലോസഞ്ചസ് റിക്വയർ മോർ എമൗണ്ട് ഓഫ് ബൈൻഡർ വേർ ടാബ്ലറ്റ് റിക്വയർ ലെസ്. അപ്പം മറ്റൊരു ടൈപ്പ് ഓഫ് ടാബ്ലറ്റ് ആണല്ലോ ലോസഞ്ചസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു കൺവെൻഷണൽ ടാബ്ലറ്റിനെ വെച്ച് നോക്കുമ്പോൾ ലോസഞ്ചസിൽ നമുക്ക് കൂടുതൽ എന്തിന്റെ ആവശ്യം വരുന്നുണ്ട്, ബൈൻഡറിന്റെ ആവശ്യം വരുന്നുണ്ട്. ഇനി ബൈൻഡേഴ്സിന്റെ എക്സാമ്പിൾ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഗം അക്കേഷ്യ, പ്രഗാകന്ത്, സ്റ്റാർച്ച് പേസ്റ്റ്, സൂക്രോ സൊല്യൂഷൻ, പോളിവിനൈൽ പൈറോലിഡിൻ, ജെലാറ്റിൻ, അതേപോലെ തന്നെ സെല്ലുലോസ് ഡെറിവേറ്റീവ്സ് ആയ HPMC, എന്താണ്, ഹൈഡ്രോക്സി പ്രൊപ്പൈൽ മീഥൈൽ സെല്ലോസും ഹൈഡ്രോക്സി ഈഥൈൽ സെല്ലോസും. ഇതൊക്കെ ബൈൻഡേഴ്സിന് എക്സാമ്പിൾ ആണ്. നാച്ചുറൽ സോഴ്സിൽ നിന്ന് കിട്ടുന്നവയുണ്ട്, അതേപോലെ തന്നെ അനിമൽ സോഴ്സിൽ നിന്ന് കിട്ടുന്നവയുണ്ട്, അതേപോലെ തന്നെ സിന്തറ്റിക് ആയിട്ടുള്ളതുണ്ട്, സെമി സിന്തറ്റിക് ആയിട്ടുള്ളവയൊക്കെ ഇതിന്റെ എക്സാമ്പിൾ പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ. ഇപ്പൊ പറഞ്ഞത് ബൈൻഡേഴ്സ് അല്ലെങ്കിൽ മറ്റൊരു പേരെന്താണ്, അഡ്ഹസീവ്സ്. ഫസ്റ്റ് വൺ ഈസ് ഗം അക്കേഷ്യ ആൻഡ് പ്രഗാകന്ത. പ്രഗാകന്ത അല്ലെങ്കിൽ പ്രഗാകന്ത് യൂസ്ഡ് അലോൺ ഇൻ എ കോൺസെൻട്രേഷൻ ഓഫ് 10 to 25% ഓർ ഇൻ കോമ്പിനേഷൻ. ഉപയോഗിക്കുന്ന ഒന്നെങ്കിൽ എലോൺ അല്ലെങ്കിൽ കോമ്പിനേഷനിൽ യൂസ് ചെയ്യുന്നു. കോൺസെൻട്രേഷൻ എത്രയാണ്, 10 to 25%. അടുത്തത് ജെലാറ്റിൻ. ജെലാറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഷുഡ് ബി പ്രിപ്പയർഡ് ഫ്രഷ് ആൻഡ് ആഡ് ഇൻ വാം കണ്ടീഷൻ ടു അവോയ്ഡ് സോൾഡിഫിക്കേഷൻ. ജെലാറ്റിൻ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള ജെലാറ്റിൻ തന്നെ പ്രിഫർ ചെയ്യുക. കൂടാതെ കുറച്ച് വാം കണ്ടീഷനിലായിരിക്കുമ്പോൾ വേണം ജെലാറ്റിൻ ആഡ് ചെയ്യാൻ, അല്ലെങ്കിൽ തണുത്തു സോൾഡിഫൈ ചെയ്യും. അടുത്തത് സ്റ്റാർച്ച് പേസ്റ്റ് ആണ്. It's prepared by dispensing starch into a cold purified water and warming the mixture by continuous stirring until a translucent paste is formed. എങ്ങനെയാ പ്രിപ്പയർ ചെയ്യുന്നതെന്നൊന്നും എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കേണ്ട. സ്റ്റാർച്ച് പേസ്റ്റ് ഒരു ബൈൻഡർ ആണ് അല്ലെങ്കിൽ അഡ്ഹസീവ് ആണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത സൂക്രോ സൊല്യൂഷൻ. അതൊരു വെറ്റ് ബൈൻഡർ ആണ്, ചീപ്പാണ്, പ്രൊഡ്യൂസ് ഹാർഡ് ബട്ട് ബ്രിട്ടിൽ ഗ്രാനുൾസ്. സൂക്രോ സൊല്യൂഷൻ ഒരു വെറ്റ് ബൈൻഡർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, നമുക്ക് ചീപ്പായിട്ട് അവൈലബിളുമാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ സൂക്രോ സൊല്യൂഷൻ യൂസ് ചെയ്യുന്ന കേസ് നമുക്ക് കിട്ടുന്ന ഗ്രാനുൾസ് എന്തായിരിക്കും, ബ്രിട്ടിൽ ആയിട്ടുള്ള ഗ്രാനുൾസ് ആയിരിക്കും. പിന്നെ സൂക്രോസ് യൂസ് ചെയ്യുമ്പോൾ വേറൊരു ഡിസഡ്വാൻറ്റേജ് വരാനുള്ള ചാൻസ് ഉണ്ട്, മൈക്രോബിയൽ കണ്ടാമിനേഷൻ. കാരണം സൂക്രോസ് എന്ന് പറയുമ്പോൾ എന്തുണ്ട്, ഷുഗർ കണ്ടന്റ് ഉണ്ട്. അപ്പൊ എന്തായാലും അവിടെ ഒരു മൈക്രോബിയൽ ഗ്രോത്തിനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്ത PVP അഥവാ പോളിവിനൈൽ പൈറോലിഡിൻ. ഇത് നമുക്ക് അക്വസ് അല്ലെങ്കിൽ ആൽക്കഹോളിക് സൊല്യൂഷനിൽ യൂസ് ചെയ്യാൻ പറ്റും. എപ്പോഴായിരിക്കും നമ്മൾ PVP യൂസ് ചെയ്യാന്ന് വെച്ചാല് ചില മരുന്നുകൾ മോയ്സ്ചർ സെൻസിറ്റീവ് ആയിരിക്കും. അപ്പൊ നമ്മൾ പിന്നെ അവിടെ എന്ത് ഉപയോഗിക്കും, പോളിവിനൈൽ പൈറോലിഡിൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ സെല്ലോസ് ഡെറിവേറ്റീവ് ഞാൻ പറഞ്ഞല്ലോ ഏതൊക്കെയാണ്, HPMC, HEC ഒക്കെയാണ് സെല്ലോസ് ഡെറിവേറ്റീവ്സ്. ഇപ്പൊ നമ്മള് ഫസ്റ്റ് ഡൈലുവൻസ് അഥവാ ഫില്ലേഴ്സ് അഥവാ എന്താണ്, ഡൈലുവൻസ് അഥവാ ഫില്ലേഴ്സ് പറഞ്ഞു അല്ലെ. പിന്നെ അഥവാ ബൾക്കിംഗ് ഏജന്റ് 3 പേര് പറഞ്ഞിരിക്കുക. പിന്നെ രണ്ടാമത് പറഞ്ഞത് ബൈൻഡേഴ്സ് അഥവാ അഡ്ഹസീവ്സ് പറഞ്ഞു. മൂന്നാമത്തത് ലൂബ്രിക്കൻസ്. ഇമ്പോർട്ടന്റ് ഏരിയ ആണ് ലൂബ്രിക്കന്റ് എന്നുള്ള ഏരിയ എന്നുള്ളത്. സോ ദേ ആർ ഇന്റൻഡ് ടു റെഡ്യൂസ് ദ ഫ്രിക്ഷൻ. ഇതിൽ തന്നെ അല്ലെങ്കിൽ നമുക്കറിയാം ലൂബ്രിക്കൻസ് ആഡ് ചെയ്യുന്ന എന്തിനാണ്, ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. To reduce the friction between the walls of tablet and walls of die cavity during the ejection of tablet. നമ്മൾ ഈ ടാബ്ലറ്റിന്റെ ഒക്കെ പഞ്ചിങ് മെഷീൻ ചെയ്യുന്നത് പുറത്തോട്ട് വരുമ്പം അവിടെയുള്ള ഒരു ഫ്രിക്ഷൻലെസ് ആയിട്ട് എന്ത് ചെയ്യണം, അതിനെ പുറത്തോട്ട് ഇജക്ട് ചെയ്യാൻ സഹായിക്കാനായിട്ടാണ് നമ്മൾ ലൂബ്രിക്കൻസ് ആഡ് ചെയ്യുന്നത്. The concentration and the time of mixing of a lubricant should be optimized. If the concentration is more, mechanical strength of the tablet is reduced. ഇപ്പം പെട്ടെന്ന് ഫ്രിക്ഷൻലെസ് ആയിട്ട് ഇത് ഇജക്ട് ചെയ്ത് വരട്ടെ എന്ന് കരുതി കൂടുതൽ ലൂബ്രിക്കൻസ് ആഡ് ചെയ്താൽ അത് പ്രശ്നമാകും. എല്ലാത്തിനും ഒരു അളവുണ്ട്, കോൺസെൻട്രേഷൻ കറക്റ്റ് ആയിരിക്കണം. ഇനി ലൂബ്രിക്കൻസിന് ടൈപ്സ് നോക്കിക്കഴിഞ്ഞാൽ സോലബിൾ ലൂബ്രിക്കൻസും ഉണ്ട്, ഇൻസോലബിൾ ലൂബ്രിക്കൻസും അവൈലബിൾ ആണ്. നമുക്ക് അത് എന്തൊക്കെയാണെന്ന് നോക്കാം. കാരണം
എക്സാമ്പിൾ ചോദിക്കുമ്പോൾ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. സോ ഇൻസോലബിൾ ലൂബ്രിക്കൻസ് നോക്കുവാണെങ്കിൽ അതിൽ വരുന്നതാണ് നമ്മുടെ കാൽഷ്യം, മഗ്നീഷ്യം സ്റ്റീറേറ്റ്, അതേപോലെ തന്നെ മിനറൽ ഓയില്, പാരഫിന് ഒക്കെ ഇൻസോലബിൾ ലൂബ്രിക്കൻസിന് എക്സാമ്പിൾ ആണ്. സോലബിൾ ലൂബ്രിക്കൻസിന് എക്സാമ്പിൾ ആണ് അഡിപിക് ആസിഡ്, മഗ്നീഷ്യം ലോറൈൽ സൾഫേറ്റ്, SLS അഥവാ നമ്മുടെ സോഡിയം ലോറൈൽ സൾഫേറ്റ്, പോളി എത്തിലീൻ ഗ്ലൈക്കോൾ. അതിന്റെ തന്നെ 3 ഗ്രേഡ് 4000, 6000, 8000. ഇതൊന്നും ഇമ്പോർട്ടന്റ് ആട്ടോ. കാരണം ലൂബ്രിക്കൻസ് തന്നെ നമ്മൾ പഠിച്ചിട്ട് പോകത്തുള്ളൂ. ഇങ്ങനെ 2 ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് അറിയുന്നുണ്ടാവില്ല. അപ്പൊ ഇൻസോലബിൾ ലൂബ്രിക്കൻസും അതേപോലെ തന്നെ സോലബിൾ ലൂബ്രിക്കൻസും അവയുടെ എക്സാമ്പിളും. ഏതാണ് കൂടുതൽ നല്ലത്? ഇൻസോലബിൾ ആണോ അതോ സോലബിൾ ആണോ? ഇൻസോലബിൾ ലൂബ്രിക്കൻസ് ആണ് കൂടുതൽ എഫക്റ്റീവ്. കണ്ടോ, സോലബിൾ ലൂബ്രിക്കൻസിന് അവിടെ എഴുതിക്കുന്നുണ്ടോ, നോട്ട് എഫക്റ്റീവ് ആസ് ഇൻസോലബിൾ ലൂബ്രിക്കൻസ്. നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഈ കാൽഷ്യം, മഗ്നീഷ്യം സ്റ്റീറേറ്റും ലൈക്ക് മിനറൽ ഓയിലും പാരഫിനൊക്കെയാണ് ലൂബ്രിക്കന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. യൂസ് ചെയ്യുന്ന കോൺസെൻട്രേഷൻ, ഇൻസോലബിൾ ലൂബ്രിക്കൻസിന്റെ കോൺസെൻട്രേഷൻ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, 1 to 4% ആണ്. ഓക്കെ, സോ ലൂബ്രിക്കൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഫ്രിക്ഷൻലെസ് ആയിട്ട് ടാബ്ലറ്റിൽ നിന്നും പഞ്ചിൽ നിന്നും അത് എന്ത് ചെയ്യണം, ഡൈക്യാവിറ്റിൽ നിന്ന് പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതിലൊരു ഒപ്റ്റിമം കോൺസെൻട്രേഷൻ നമ്മൾ ആഡ് ചെയ്യാവുള്ളൂ. കൂടുതൽ ആഡ് ചെയ്തെന്നും പറഞ്ഞ് പ്രശ്നം വരും. പിന്നെ ഇതിന്റെ ടൈപ്സ് പറഞ്ഞിരിക്കുക, എക്സാമ്പിൾ പറഞ്ഞിരിക്കുക, ഏതാണ് കൂടുതൽ നല്ലതെന്ന് പറഞ്ഞിരിക്കുക. ഇൻസോലബിൾ ലൂബ്രിക്കൻസ് ആണ് കുറച്ചും കൂടി എഫക്റ്റീവ്. അടുത്തത് നമ്മൾ ചൂവബിൾ ടാബ്ലറ്റ്സിൽ പറഞ്ഞു ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജൻസിന്റെ ആവശ്യം വരുന്നില്ല എന്ന് പറഞ്ഞു. ഡിസിൻറ്റഗ്രൻസ് എന്തൊക്കെയാണ്, അവയുടെ എക്സാമ്പിൾ എന്താണ്, അതിന്റെ ഒപ്റ്റിമം കോൺസെൻട്രേഷൻ ഏതാണെന്നുള്ളതൊന്നും അറിഞ്ഞിരിക്കുക. ഓൾറെഡി ഒരുപാട് തവണ പറഞ്ഞു എന്താണ് ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജൻസ് എന്നുള്ളത്. ടാബ്ലറ്റുകളെ സ്മോളർ പീസ് ആക്കി അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത് ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിന് ചെറിയ ചെറിയ സ്മോളർ പാർട്ടിക്കിൾസ് ആയിട്ട് മാറുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്നതാണ് ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജൻസ്. ടാബ്ലറ്റ് ഡിസിൻറ്റഗ്രേഷൻ ഇമ്പോർട്ടന്റ് ആ, കാരണം കറക്റ്റ് ആയിട്ട് ഇത് ബ്രേക്ക് ഡൗൺ ചെയ്ത് സ്മോളർ പീസ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ മാത്രമേ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഡിസൊല്യൂഷൻ കറക്റ്റ് ആകത്തുള്ളൂ. ഡിസൊല്യൂഷൻ കറക്റ്റ് ആയിട്ട് നടന്നാൽ മാത്രമേ ബയോ അവൈലബിലിറ്റി ഉണ്ടാവത്തുള്ളൂ. ബയോ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഡ്രഗിന് വിചാരിച്ച ഫാർമക്കോളജിക്കൽ എഫക്ട് അല്ലെങ്കിൽ റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ ഇതെല്ലാം കണക്റ്റഡ് ആണ്. സോ പ്രോപ്പർ ഡിസിൻറ്റഗ്രേഷൻ ഈസ് വെരി ഒരു ക്രൂഷ്യൽ സ്റ്റെപ്പ് തന്നെയാണ് നമ്മുടെ ടാബ്ലറ്റ് ഫോർമുലേഷന്റെ സമയത്തും അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷന്റെ സമയത്തും. നമ്മൾ ഈ ഡിസിൻറ്റഗ്രന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഏജന്റ് ആണ് സ്റ്റാർച്ച്. ഓൾറെഡി സ്റ്റാർച്ച് നമ്മൾ എവിടെയും പഠിച്ചിട്ടുണ്ട്, ഡൈലോന്റ് അല്ലെങ്കിൽ ഫില്ലേഴ്സിലും പറഞ്ഞായിരുന്നു അല്ലെ. മെയിൻലി യൂസ്ഡ് ഡിസിൻറ്റഗ്രന്റ് എന്ന് പറയുന്നത് ഒന്ന് സ്റ്റാർച്ച് ആണ്, പിന്നെ സെല്ലുലോസ് യൂസ് ചെയ്യുന്നുണ്ട്, സെല്ലുലോസ് ഡെറിവേറ്റീവ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ഏതാ നോക്കിക്കേ, സ്റ്റാർച്ച് ആണ് യൂസ് ചെയ്യുന്നത്. ഒരുപാട് കാരണങ്ങളുണ്ട് സ്റ്റാർച്ചിനെ നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ഒന്ന്, അതിന്റെ കോസ്റ്റ് വളരെ ചീപ്പ് ആയതുകൊണ്ട്. 2, അതിന്റെ അവൈലബിലിറ്റി ഈസ് ആയതുകൊണ്ടും. പിന്നെ മറ്റ് ഡ്രഗ്സുമായിട്ടുള്ള അതിന്റെ കോമ്പാക്റ്റബിലിറ്റി. ഇപ്പൊ നമ്മൾ ലാക്ടോസിന്റെ കാര്യത്തിൽ പറഞ്ഞു, അമീൻ കണ്ടെയ്നിങ് ഡ്രഗ്സുമായിട്ട് ചെന്നാൽ ഇൻകോമ്പാക്റ്റബിൾ റിയാക്ഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ സ്റ്റാർച്ച് ഒരുവിധപ്പെട്ട എല്ലാ ഡ്രഗ്സുമായിട്ട് എന്താണ്, കോമ്പാക്റ്റബിൾ ആണ്. യൂസ് ചെയ്യുന്ന കോൺസെൻട്രേഷൻ ഓർത്ത് വെച്ചേക്കുക, 5 to 20% സ്റ്റാർച്ച് ആണ് നമ്മൾ ലൂബ്രിക്കൻസ് ആയിട്ട് ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഫ്ലേവേഴ്സ് ആൻഡ് സ്വീറ്റ്നസ്. അതും ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. Flavors and sweeteners are added in the formulation to mask the unpleasant taste. ടാബ്ലറ്റിന്റെ അഡ്വാൻറ്റേജ് തന്നെ പറഞ്ഞൊരു കാര്യമാണ്, പേഷ്യന്റ് കംപ്ലൈൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഈ അൺപ്ലസന്റ് ടേസ്റ്റും ബിറ്റർ ടേസ്റ്റ് ഒക്കെ ഉള്ള ഡ്രഗുകളെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, മാസ്ക് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഫ്ലേവറിംഗ് ഏജന്റും സ്വീറ്റ്നസും. ഇവ ആഡ് ചെയ്യുന്ന കോൺസെൻട്രേഷൻ കൂടുതൽ ആഡ് ചെയ്യാൻ പറ്റത്തില്ല, ഇതിനൊക്കെ ഒരു അളവുണ്ടല്ലോ. Added in a concentration of 0.001 to 0.1%. ഇനി ഈ സ്വീറ്റനിങ് ഏജന്റ് തന്നെ 2 ടൈപ്പ് ഉണ്ട്, നാച്ചുറൽ സ്വീറ്റ്നസ്സും ഉണ്ട്, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ്സും ഉണ്ട്. നാച്ചുറൽ സ്വീറ്റ്നസിന് എക്സാമ്പിൾ ആണ് ഷുഗർ, മാനിറ്റോള്, ലാക്ടോസ്, സൂക്രോസ് ഒക്കെ. അതേസമയം ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസിന് എക്സാമ്പിൾ ആണ് സാക്കറിൻ, സൈക്ലാമേറ്റ് ആൻഡ് അസ്പാർട്ടേം. അടുത്തത് കളറൻസ്, അതും ഇമ്പോർട്ടന്റ് ആണ്. ആഡ് ടു പ്രിപ്പറേഷൻ ടു മേക്ക് ദ ടാബ്ലറ്റ് മോർ എസ്തെറ്റിക്. കാണുമ്പോൾ തന്നെ ഒരു എസ്തെറ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്നതാണ് കളറൻസ്. എല്ലാ ടാബ്ലറ്റും വൈറ്റ് കളർ അല്ലെങ്കിൽ പ്ലെയിൻ ആയിരിക്കത്തില്ലല്ലോ, കളേർഡ് ടാബ്ലറ്റ്സും അവൈലബിൾ, കാണാൻ ഒരു ഭംഗി വേണമല്ലോ. സോ ദേ ആർ ആഡ് ടു മേക്ക് ദ പ്രിപ്പറേഷൻ മോർ എസ്തെറ്റിക്. പിന്നെ പ്രൊഡക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാനും നമുക്ക് സാധിക്കും. ഇപ്പം ഒരുപാട് മരുന്ന് കഴിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ചിലർക്ക് വയസ്സായിട്ടുള്ള ആളുകൾക്കൊക്കെ പറയാൻ പറ്റും റെഡ് കളറിലെ ഗുളിക അല്ലെങ്കിൽ പിങ്ക് കളറിലെ ഗുളിക അല്ലെങ്കിൽ വൈറ്റ് പ്ലെയിൻ ടാബ്ലറ്റ്, അങ്ങനെ
ഐഡന്റിഫിക്കേഷനും ഒരു ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഓൾ കളറൻസ് ഷുഡ് ബി അപ്രൂവ്ഡ് ആൻഡ് സർട്ടിഫൈഡ് ബൈ ദ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ. FDA അപ്രൂവ്ഡ് ആയിട്ടുള്ള കളറൻസ് മാത്രമേ നമ്മൾ എവിടെ യൂസ് ചെയ്യാവുള്ളൂ? ടാബ്ലറ്റ്സിൽ യൂസ് ചെയ്യാവുള്ളൂ. പിന്നെ കളേഴ്സ് അവൈലബിൾ ഇൻ 2 ഫോംസ്, ഒന്ന് ലേക്സ് ആൻഡ് ഡൈസ്. എക്സാമ്പിൾ ഒന്ന് അറിഞ്ഞിരിക്കുന്നോ? നമ്മൾ പ്രധാനമായിട്ടും ടാബ്ലറ്റ്സിൽ യൂസ് ചെയ്യുന്ന കളറൻസ് ആണ് ഇയോസിൻ വൈറ്റ്, സൺസെറ്റ് യെല്ലോ, യെല്ലോ ഓറഞ്ച്, ബ്ലൂ ഗ്രീൻ, ബേൺ ഷുഗർ, നമ്മുടെ കാരമൽ, ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കളറൻസ്. അടുത്തത് ആന്റി അഡ്ഹസീവ്സ്. ലൂബ്രിക്കൻസുമായിട്ട് കുറച്ച് സാമ്യതയുണ്ട് ആന്റി അഡ്ഹറൻസ്, അതായത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ സഹായിക്കുന്നു. പ്രിവെന്റ്സ് ദി സ്റ്റിക്കിംഗ് ഓഫ് ടാബ്ലറ്റ് മെറ്റീരിയൽ ടു ദി ഫേസ് ഓഫ് ദ പഞ്ച് ഓർ ടു ദി ഡൈ ക്യാവിറ്റി. എവിടെയൊക്കെയാണ് ഈ സ്റ്റിക്കിനെസ് വരാനുള്ള ചാൻസ് ഉള്ളത്? നമ്മൾ ഈ ടാബ്ലറ്റ് മെറ്റീരിയൽ ഒന്നെങ്കിൽ ആ പഞ്ചിന്റെ ആ ഫേസിൽ വന്ന് ഇങ്ങനെ ഒട്ടിപ്പിടിക്കും, അല്ലെങ്കിൽ ഡൈ ക്യാവിറ്റിയിലും സ്റ്റിക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ആന്റി അഡ്ഹസീവ്സ് യൂസ് ചെയ്യാറുണ്ട്. കണ്ടോ, all lubricants can be used as anti-adhesive except for water-soluble lubricants. ഓൾറെഡി ലൂബ്രിക്കൻസിന്റെ ക്ലാസിഫിക്കേഷനിൽ ഇൻസോലുബിളും വാട്ടർ സോലുബിളും പറഞ്ഞു. അതില് ഒരുവിധപ്പെട്ട എല്ലാ ലൂബ്രിക്കൻസിനും എന്ത് പ്രോപ്പർട്ടി ഉണ്ട്? ആന്റി അഡ്ഹസീവ് പ്രോപ്പർട്ടി ഉണ്ട്, എക്സെപ്റ്റ് വാട്ടർ സോലുബിൾ ലൂബ്രിക്കൻസ്. ഏതൊക്കെയായിരുന്നു വാട്ടർ സോലുബിൾ ലൂബ്രിക്കൻസ്? അഡിപ്പിക് ആസിഡ്, മറ്റേ മഗ്നീഷ്യം ലൊറൈൽ സൾഫേറ്റ്, സോഡിയം ലൊറൈൽ സൾഫേറ്റ് ഒക്കെ ആയിരുന്നു സോലുബിൾ ലൂബ്രിക്കൻസിന് എക്സാമ്പിൾ. അപ്പം ഇത് കൂടാതെ ലൂബ്രിക്കൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ കൂടാതുള്ള ആന്റി അഡ്ഹസീവ്സ് നോക്കിക്കഴിഞ്ഞാൽ ടാൽക്ക് വരുന്നുണ്ട്, മഗ്നീഷ്യം സ്റ്റിറേറ്റ്, കൊളോയിഡൽ സിലിക്ക. അത് ഇമ്പോർട്ടന്റ് ആണ്, എക്സാമ്പിൾ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ഗ്ലൈഡൻസ്. ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് പ്രാവശ്യം ഗ്ലൈഡൻസിന്റെ യൂസ് ചോദിച്ചിട്ടുണ്ട്. യൂസ്ഡ് ടു ഫെസിലിറ്റേറ്റ് ഓർ പ്രൊമോട്ട് ദി ഫ്ലോ ഓഫ് ഗ്രാനുൾസ് ഫ്രം ഹോപ്പർ ടു ഡൈ ക്യാവിറ്റി by reducing the friction between the particles. അതായത് എന്താണ് ഈ ഹോപ്പറും ഡൈ ക്യാവിറ്റി ഒക്കെ നമ്മുടെ ടാബ്ലറ്റ് പഞ്ചിങ് മെഷീന്റെ ഭാഗങ്ങളാണ്. ഓരോന്നിന്റെ ഉപയോഗം നമുക്ക് വരും സ്ലൈഡുകളിൽ പറഞ്ഞുതരാം. അപ്പം ഈ ഹോപ്പറിനും ഡൈ ക്യാവിറ്റിയിലോട്ടൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫ്ലോ പ്രോപ്പർട്ടി ഒന്ന് അടിപൊളിയാക്കാനായിട്ട്, ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഗ്ലൈഡൻസ് ആഡ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഗ്ലൈഡന്റ് ആണ് നമ്മൾ ടാൽക്ക് എന്ന് പറയുന്നത്. അതിന്റെ കോൺസെൻട്രേഷൻ 4 to 5% ആണ്. നോക്കിക്കേ, ലൂബ്രിക്കൻസിന്, ഗ്ലൈഡൻസ്, ആന്റി അഡ്ഹസീവ്സിനെയൊക്കെ നമ്മൾ ടുഗദർ കോൾഡ് ആന്റി ഫ്രിക്ഷണൽ ഏജൻസ്. എല്ലാത്തിനും ഓൾമോസ്റ്റ് സെയിം ഡ്യൂട്ടി തന്നെയാണ്. ലൂബ്രിക്കൻസ് ഫ്രിക്ഷൻലെസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? മൂവ്മെന്റിനെ സാധ്യമാക്കുന്നെങ്കിൽ ഗ്ലൈഡൻസ് ഫ്ലോ പ്രോപ്പർട്ടി കൂട്ടുന്നു. ആന്റി അഡ്ഹസീവ്സ് ആ പഞ്ചിന്റെ ഫേസിലോട്ടും ഡൈ ക്യാവിറ്റിയിലോട്ടൊന്നും ടാബ്ലറ്റ് മെറ്റീരിയൽ എന്ത് ചെയ്യാതിരിക്കാനായിട്ട്, സ്റ്റിക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നതാണ് ആന്റി അഡ്ഹസീവ്. ഓൾമോസ്റ്റ് എല്ലാത്തിനും ഒരേ ജോലി തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. 3 പേരെ കൂടെ ഒരുമിച്ച് നമുക്ക് ആന്റി ഫ്രിക്ഷണൽ ഏജൻസ് എന്നും വിളിക്കാൻ സാധിക്കുന്നു. അടുത്തത് അഡ്സോർബൻസ്. ഇത് യൂഷ്വലി ഏജൻസ് ദാറ്റ് ക്യാൻ റീറ്റെയിൻ എ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ലിക്വിഡ്. അഡ്സോർബൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിപ്പറേഷനിൽ ലിക്വിഡ് കണ്ടന്റ് കൂടുതലുണ്ടെങ്കിൽ അതിനെ അഡ്സോർബ് ചെയ്ത് വെക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് അഡ്സോർബൻസ്. കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അഡ്സോർബൻസ് അൺഹൈഡ്രസ് ആയിട്ടുള്ള കാൽഷ്യം ഫോസ്ഫേറ്റ്, മഗ്നീഷ്യം കാർബണേറ്റ് ആൻഡ് കയോളി. ഇതാണ് അഡ്സോർബൻസിന് എക്സാമ്പിൾ. എന്താണ് അഡ്സോർബൻസിന്റെ ഗുണം? എന്താണ്? ദേ വിൽ റീറ്റെയിൻ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ലിക്വിഡ്. അടുത്ത ബഫേഴ്സ്. അതും ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ ബഫേഴ്സിന്റെ ഡെഫിനേഷൻ എന്താ പറയുന്നത്? ഒരു സ്മോൾ ചേഞ്ചിങ്, അതായത് ഒരു ആസിഡിലോ ആൽക്കലൈൻ pH-ലോ ഉണ്ടാകുന്ന ഒരു സ്മോൾ ചേഞ്ചിനെ പോലും എന്ത് ചെയ്യാൻ പറ്റും? റെസിസ്റ്റ് ചെയ്യാൻ സാധിക്കും. സോ ബഫേഴ്സ് added to maintain a required pH, optimum pH condition മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ബഫേഴ്സ് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ബഫേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. സോഡിയം ബൈകാർബണേറ്റ്, സോഡിയം സിട്രേറ്റ് ഒക്കെയാണ് ബഫേഴ്സിന് എക്സാമ്പിൾ. അടുത്തൊരു പ്രധാനപ്പെട്ട എക്സിപ്പിയന്റ് ആണ് ആന്റി ഓക്സിഡൻസ്. ആഡ് ടു പ്രൊട്ടക്ട് ദ ഡ്രഗ് ഫ്രം ഓക്സിഡേഷൻ. ഈ ഡ്രഗ് എപ്പോഴും നമ്മൾ പറഞ്ഞു ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് ഫ്രം എൻവയോൺമെന്റൽ ആയിട്ടുള്ള ഹസാർഡ്സ് എന്ന് എന്ത് ചെയ്യണം? അത് ഇപ്പം ബോഡിയുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാലും അത് സുരക്ഷിതമാണോ? അല്ല. ദേ മേ ഗെറ്റ് എ ചാൻസ് ഓഫ് ഓക്സിഡൈസ് ചെയ്യാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ആന്റി ഓക്സിഡൻസ് ആഡ് ചെയ്യുന്നത്. ആന്റി ഓക്സിഡൻസ് അണ്ടർഗോ ഓക്സിഡേഷൻ ഇൻസ്റ്റെഡ് ഓഫ് ദി ഡ്രഗ്. ഇപ്പൊ ഡ്രഗ് ഓക്സിഡൈസ് ചെയ്യുന്നതിന് പകരം അവിടെ ആന്റി ഓക്സിഡൻസ് എന്ത് ചെയ്തോളും? പോയിക്കോളും. അപ്പം നമ്മുടെ ഡ്രഗ് ദേ വിൽ ബി ഫ്രീ ഫ്രം എന്താണ്? ഓക്സിഡേഷൻ. പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ആന്റി ഓക്സിഡൻസ് ആണ് അസ്കോർബിക് ആസിഡ്, സോഡിയം ബൈസൾഫേറ്റ്. ടോക്കോഫെറോളും ഒക്കെ ആന്റി ഓക്സിഡൻസിന് എക്സാമ്പിൾ ആണ്. വൈറ്റമിൻ ഇ ഇല്ലേ? അടുത്തത് ചിലേറ്റിംഗ് ഏജൻസ്.
ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ എല്ലാവർക്കും അറിയാം EDTA അല്ലെ, എത്തിലീൻ ഡൈഅമീൻ ടെട്രാസെറ്റിക് ആസിഡ് ഒരു ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. കൂടാതെ സിട്രിക് ആസിഡും ചിലേറ്റിംഗ് ഏജന്റ് ആണ്. അതായത് ഈ ചിലേറ്റിംഗ് ഏജന്റ്സിന്റെ ആക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ they will form complex with trace amount of heavy metal ions that can initiate the oxidation by the catalytic activity. അപ്പം ഹെവി മെറ്റൽസിന്റെ പ്രസൻസ് ചിലപ്പം ഓക്സിഡേഷനെ ട്രിഗർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ ഹെവി മെറ്റൽസുമായിട്ട് നമ്മുടെ ചിലേറ്റിംഗ് ഏജൻസ് എന്ത് ഫോം ചെയ്യും? കോംപ്ലക്സേഷൻ ഫോം ചെയ്യും. അങ്ങനെ ഹെവി മെറ്റൽസിനെ കിട്ടാതെ വരുമ്പം എന്ത് നടക്കത്തില്ല? ഓക്സിഡേഷൻ നടക്കത്തില്ല. ഇതാണ് ചിലേറ്റിംഗ് ഏജൻസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് പ്രിസർവേറ്റീവ്സ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേരുന്നുണ്ടെങ്കിലും നമ്മൾ മൈക്രോബിയൽ ഗ്രോത്ത് നടക്കാതിരിക്കാൻ വേണ്ടി ഒന്നും ചേർത്തില്ല, ഇല്ലേ? പല കാര്യങ്ങളും ഇപ്പം ഫില്ലേഴ്സ് അല്ലെങ്കിൽ ഡൈലൂൻസ് ഒക്കെ ബൾക്ക്നെസ് കൂട്ടാനാണെങ്കിൽ മറ്റേ പേഷ്യൻ കംപ്ലൈൻസ് കൂട്ടിന്റെ ഭാഗമായിട്ട് ടേസ്റ്റും ഫ്ലേവറും കളറും ഒക്കെ ഇംപ്രൂവ് ചെയ്യാനുള്ള ഏജൻസ് ആഡ് ചെയ്തു. മൈക്രോബിയൽ ഗ്രോത്ത് ഉണ്ടാവാൻ പാടില്ലല്ലോ, അതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്? പ്രിസർവേറ്റീവ്സ്. They will prevent the growth of microorganisms that can lead to contamination. പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിസർവേറ്റീവ്സ് എന്ന് പറയുന്ന മീഥൈൽ പാരാബൻ, പ്രൊപ്പൈൽ പാരാബൻ, അതായത് പാരാബൻ ഡെറിവേറ്റീവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതും ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ഡിസൊല്യൂഷൻ എൻഹാൻസേഴ്സ്. ഇപ്പം നമ്മൾ പറഞ്ഞു ഡിസിന്റഗ്രേറ്റിംഗ് ഏജൻസിന്റെ എക്സാമ്പിൾ പറഞ്ഞല്ലോ, അതേപോലെ തന്നെ ഡിസൊല്യൂഷനെ എൻഹാൻസ് ചെയ്യണം. നമ്മൾ ഡിസിന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബോഡി ഫ്ലൂയിഡ്സിലോട്ട് അത് എന്ത് ചെയ്യണം? സോലുബിൾ ആകണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡിസൊല്യൂഷൻ എൻഹാൻസേഴ്സ്. Alter the molecular forces between the ingredients to enhance the dissolution process and leading to faster therapeutic action. അതായത് ഡിസിന്റഗ്രേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ ബെറ്റർ ആയിട്ട് നടക്കേണ്ട ഒരു പ്രോസസ് ആണ് ഡിസൊല്യൂഷൻ. ഡിസൊല്യൂഷൻ ബെറ്റർ ആയാൽ ഫാർമക്കോളജിക്കൽ ആക്ഷനും ബെറ്റർ ആകും. അത് ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മൾ ഡിസൊല്യൂഷൻ എൻഹാൻസേഴ്സ് ആഡ് ചെയ്യാറുണ്ട്. പ്രധാനപ്പെട്ട ഒരു ഡിസൊല്യൂഷൻ എൻഹാൻസർ സർഫാക്റ്റൻസ്, അതായത് സർഫസ് ടെൻഷനെ റെഡ്യൂസ് ചെയ്ത് എന്ത് ചെയ്യും? ഡിസൊല്യൂഷനെ കൂട്ടും. ഇനി ഇതോടൊപ്പം തന്നെ ചില കേസുകളിൽ നമുക്കിപ്പം ഡിസൊല്യൂഷൻ റിട്ടാർഡേഴ്സ് ആവശ്യമുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ഇംപ്ലാന്റ്സിന്റെ ഒക്കെ കേസ് നമുക്ക് മന്ത്സ് ആൻഡ് ഇയേഴ്സ് ആണ് അതിന്റെ എഫക്റ്റ് വേണ്ടി വരുന്നത്. അപ്പൊ പെട്ടെന്ന് അത് എന്ത് ചെയ്യാൻ പാടില്ല? ഡ്രഗ് ഡിസൊല്യൂട്ട് ചെയ്യാൻ പാടില്ല. സോ ഇൻകോർപ്പറേറ്റ് ഇൻ ദ ടാബ്ലറ്റ്സ് ദാറ്റ് ആർ ഇന്റൻഡഡ് ഫോർ എ കൺട്രോൾഡ് ഓർ ഡിലേഡ് റിലീസ് ടാബ്ലറ്റ്. അതായത് ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ നീണ്ട് ടാബ്ലറ്റുകളിൽ നിന്നും ഡ്രഗ് റിലീസ് ചെയ്യേണ്ട കേസുകളിൽ നമ്മൾ ഡിസൊല്യൂഷൻ എൻഹാൻസേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചത്രയും നാൾ അതിന്റെ എഫക്റ്റ് കിട്ടില്ല. അപ്പൊ ആ കേസുകളിൽ നമ്മൾ തിരിച്ചു ആഡ് ചെയ്യും. ഡിസൊല്യൂഷൻ എൻഹാൻസ് ചെയ്യാതെ ഡിസൊല്യൂഷൻ റിട്ടാർഡൻസും യൂസ് ചെയ്യാറുണ്ട്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് സ്റ്റിയറിക് ആസിഡ്, വാക്സി മെറ്റീരിയൽസ് ലൈക്ക് സ്റ്റിയറിക് ആസിഡ്സ് ആൻഡ് ദെയർ എസ്റ്റേഴ്സ്. കൂടുതലായാലും ഡിസൊല്യൂഷൻ എൻഹാൻസേഴ്സ് വരെ കേട്ടിട്ടുണ്ടാവും, പക്ഷെ ഡിസൊല്യൂഷൻ റിട്ടാർഡൻസും ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. എവിടാണ് യൂസ് ചെയ്യുന്നത്? വളരെ നമുക്ക് കൺട്രോൾഡ് അല്ലെങ്കിൽ ഡിലേഡ് റിലീസ് ആവശ്യമുള്ള കേസുകളിൽ ഡിസൊല്യൂഷൻ വേഗത്തിലൊന്നും നടക്കരുത്, അവിടെ പതിയെ നടന്നാൽ മതി. അപ്പൊ നമ്മൾ അവിടെ എന്ത് ആഡ് ചെയ്യും? റിട്ടാർഡൻസ് ആഡ് ചെയ്യും.